വകയിലൊരു കുഞ്ഞപ്പ പറഞ്ഞത്. നാടകം രചന ശ്രീ പ്രദീപ് കുമാർ കാവുന്തറ. പങ്കെടുത്തവർ സർവശ്രീ സി വി ദേവ്, സി ബാലൻ കാവിൽ, എ ജി രാജൻ പെരുവണ്ണാമൂഴി, സി വേണുഗോപാൽ, രവീന്ദ്രൻ പാലങ്ങാട്, സദാനന്ദൻ ചെറുവറ്റ, ശ്രീമതിമാർ ടി ശാന്താദേവി, എം പ്രഭാവതി. സംവിധാനം അബ്ദുള്ള നന്മണ്ട, എസ് അശോക്. അങ്ങനെ വകയിലൊരു സഹോദരിയായ ലച്ചൂട്ടിയുടെ കൂടെ താമസമാക്കിയിട്ട് 4 മാസം കഴിയുന്നു. മഹാത്ഭുതമെന്നേ പറയണ്ടു. ഇത്രയും ദീർഘമായൊരു കാലം വകയിലാരും എന്നെ വെച്ച് പൊറപ്പിക്കാറില്ല. 4 or 5 ദിവസം, കൂടിയാൽ ഒരാഴ്ച. അത് കഴിയുമ്പോൾ അടുത്ത കേന്ദ്രം തേടിപ്പോകാനുള്ള ഉത്തരവും യാത്രാപത്രയും തന്നുവിടും. അതാണ് പതിവ്. കാരണം മറ്റൊന്നല്ല, ഒരു വകയുമില്ലാത്ത, ഒരു വകയ്ക്കും കൊള്ളാത്ത അവിവാഹിതനും ഒരു തണ്ടിയുമാണ് ഈ കുഞ്ഞപ്പയെന്ന് തറവാട്ടിലെ തീപ്പെട്ട കാരണന്മാർ തന്നെ അങ്ങോളം ഇങ്ങോളം പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്ഥലം മാറ്റമെന്ന നിത്യദുരിതത്തിൽ ജീവിക്കുന്നവനാണ് ഈ കുഞ്ഞപ്പ എന്ന വകയിലൊരപ്പ. ഇവിടെ ഇപ്പോൾ ലച്ചൂട്ടിക്ക് ഞാനൊരു അധികപ്പറ്റാണെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ച് എത്രയും കാലം വേണമെങ്കിലും ഇവിടെ കഴിയാമെന്ന് തോന്നുന്നു. പക്ഷേ ലച്ചൂട്ടി വരുന്നു. പാവം, ചായയും കൊണ്ടുള്ള വരവാ. കുഞ്ഞപ്പേട്ടാ, ഇതാ ചായ. ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നു ലച്ചൂട്ടിയെ. ഇപ്പോൾ തന്നെ നേരെ എത്രയായി? കുഞ്ഞപ്പേട്ടന് വിശന്ന് കാണും. ഏയ്, എനിക്ക് വിശന്നില്ല ലച്ചൂട്ടിയെ. എനിക്കറിയാം, കുഞ്ഞപ്പേട്ടന് ഇവിടെ മടുത്തു തുടങ്ങി. നീ എന്താ ലച്ചൂട്ടി പറയണത്? എല്ലാം താറുമാറായി. എന്താ താറുമാറായത്? പിട്ടിന് കറി ഒന്നുമില്ലാതെ എങ്ങനെയാ ഉള്ളിലേക്ക് ഇറങ്ങണത്? അതാ ഇപ്പൊ നന്നായത്. ലച്ചൂട്ടിയെ, ഇങ്ങോട്ട് നോക്ക്. നിന്റെ ഈ സ്നേഹം കൊണ്ട് തന്നെ എന്റെ വയർ നിറഞ്ഞു. ഇനി ഈ പുട്ട് ആമാശയത്തിലേക്ക് ഇറക്കണ കാര്യം ഞാൻ ഏറ്റു. നീ ചെന്ന് കണ്ണന് ചായ കൊടുക്ക്. ചെന്നാട്ടെ. കുഞ്ഞപ്പേട്ടാ, എന്താ? ഇന്ന് വിൽപ്പന നടക്കും ഇല്ലേ? അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. നീ ചെന്ന് ആ മുഖമൊക്കെ കഴുകി ചായ കുടിക്ക്. എപ്പോ നോക്കിയാലും ഒരൊറ്റ ഭാവം, ദൈന്യം. ചെല്ല്. കഷ്ടം. കണ്ടില്ലേ, ഇതാണ് ലച്ചൂട്ടി. എന്തൊരു സ്നേഹം. ഞാനിവിടുന്ന് പോകുന്നതേ ഇഷ്ടമല്ല. പക്ഷേ ഈ വീട്ടിൽ ഇനിയും നിൽക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ല. ഇവിടെ പ്രശ്നങ്ങളാണ്, അനുദിനം വർദ്ധിച്ചു വരുന്ന വമ്പൻ പ്രശ്നങ്ങൾ. യാത്ര ചോദിച്ചാൽ ലച്ചൂട്ടി അനുവദിക്കില്ല. അപ്പോ പിന്നെ ആരും കാണാതെ മുങ്ങുക തന്നെ. അപ്പോ കുഞ്ഞപ്പ മുങ്ങാൻ തീരുമാനിച്ചത് എന്തേന്ന് ചോദിക്കും. അത് പറയാം. ലച്ചൂട്ടിയുടെ അരികിൽ എത്തുന്നതിന് മുമ്പ് ഒരാഴ്ചയോളം ചേനോളിയിലെ വകയിൽ ഒരു മരുമകളുടെ വീട്ടിലായിരുന്നു ഞാൻ. അവിടെയാണെങ്കിൽ പരമസുഖം. പക്ഷേ മരുമകൾക്കും മരുമകനും എന്നെ അത്ര അങ്ങോട്ട് സുഖിച്ചില്ല. ഒരു ദിവസം രാവിലെ മരുമകൾ 1-2 പഴയ ഷർട്ടും യാത്രാപത്രയും തന്ന് സ്നേഹാദരങ്ങളോടെ ഒരു ചോദ്യം. എന്നാ പിന്നെ അമ്മാവൻ പോവല്ലേ എന്ന്. പോണില്ലാന്ന് പറയുന്നതിന് മുമ്പ് മരുമകൻ എന്റെ പൊക്കണമെടുത്ത് കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഇപ്പൊ റോഡിലോട്ട് ഇറങ്ങിയാൽ തെക്കോട്ടൊരു ബസ്സുണ്ട്, വേഗം ഇറങ്ങിക്കോളൂ. പിന്നെ അവിടെ യാതൊരു അപ്പീലിനും സാധ്യതയില്ലാന്ന് കണ്ടപ്പോ നേരം വൈകാതെ തെക്കോട്ടുള്ള ബസ് കയറി. ബസ്സാണെങ്കിലോ ചാലിക്കരയിൽ പഞ്ചറായി. അവിടെ കട. ഒരു ചായ കഴിക്കാലോ എന്ന് കരുതി ചായക്കടയിൽ കയറിയപ്പോൾ ദേ കിടക്കണു സ്വർണാക്ഷരങ്ങളിൽ ഒരു കല്യാണക്കുറിമാനം. അപ്പോഴാണ് അറിയുന്നത് ലച്ചൂട്ടിയുടെ മകൻ കണ്ണൻ വിവാഹിതനാവുന്നൂന്ന്. ആരായി ലച്ചൂട്ടി? എന്റെ വല്യമ്മയുടെ അമ്മാമന്റെ അനന്തരവൻ അരവിന്ദാക്ഷമേനവന്റെ അനിയന്റെ ഭാര്യയുടെ അച്ഛൻ പത്മനാഭക്കുറുപ്പ് കല്യാണം കഴിച്ചത് ഈ ലച്ചൂട്ടിയുടെ വകയിലൊരു സഹോദരിയാണ്. പോരെ, പിന്നൊട്ടും
ഒട്ടും വൈകില്ല, നേരെ ഇങ്ങ് പോന്നു. എന്നാലും കുഞ്ഞപ്പാട്ടൻ ഇത്രയും കാലം എവിടെയായിരുന്നു? ഇതൊരു പൊങ്ങുതടിയല്ലേ ലച്ചൂട്ടിയെ, വല്ല ലക്ഷ്യമുണ്ടോ? ഒഴിയെങ്ങനെ പോകും. മൂത്തമാമൻ ഒരിക്കലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ത്? നമ്മുടെ തറവാട്ടിലെ അന്തവും കുന്തവും ഇല്ലാത്ത ഒരു അനന്തരവൻ യാതൊരു ഗതിയില്ലാണ്ട് വീട് വീടാന്തരം നിരങ്ങണുണ്ടെന്ന്. അപ്പോഴൊക്കെ ഈ ലച്ചൂട്ടി നിരീക്കും, എന്തിനാ ഇങ്ങനെ നിരങ്ങണേന്ന്, എന്റെ ഒപ്പം കഴിഞ്ഞാ പോരേന്ന്. പക്ഷെ ഒരിക്കലും എന്റെ വീട്ടില് വന്നിട്ടില്ല. അതിപ്പോ ലച്ചൂട്ടിയെ ഇങ്ങോട്ട് വരണ്ടാന്നൊന്നും വെച്ചിട്ടല്ല. അല്ല, ഒരു കണക്കിന് അന്നൊക്കെ വരാഞ്ഞതും നന്നായി. അഷ്ടിക്ക് വരെ മുട്ടായിരുന്നല്ലോ. എന്തിനാ ലച്ചൂട്ടി പരിഭവിക്കുന്നത്? ഞാൻ വന്നല്ലോ. ഓ, സന്തോഷായി. ഇനി കണ്ണന്റെ കല്യാണം കഴിഞ്ഞേ എങ്ങോട്ടും പോന്നുള്ളൂ. എന്തിനാ അപ്പം കല്യാണം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോണത്? കുഞ്ഞപ്പേട്ടൻ ഇനി ഇവിടുന്ന് എവിടെയും പോണ്ട. ലച്ചൂട്ടിയെ, നീ ഈ നൂറ്റാണ്ടിലേതല്ലേ? അതെന്താ? അല്ല, നിന്റെ ഒരു സ്നേഹം കാണുമ്പോ എനിക്ക് അത്ഭുതം തോന്നുക. കുഞ്ഞപ്പേട്ടൻ ഞങ്ങൾക്ക് ഒരു അധിക ചെലവാവില്ല. കുഞ്ഞപ്പേട്ടനെ കണ്ടപ്പോൾ കണ്ണനും എന്ത് സന്തോഷം തോന്നിയെന്നറിയോ? ചോദിക്കാൻ മറന്നു. അല്ല, കണ്ണന്റെ അച്ഛൻ? അവരൊക്കെ അങ്ങ് നേരത്തെ പോയില്ലേ. കണ്ണൻ വലുതായപ്പോഴാണ് ഇവിടുത്തെ കഷ്ടപ്പാടൊക്കെ ഒന്ന് തീർന്നത്. ഈ വീട് അവന്റെ സ്വന്തം അധ്വാനാണ്. നല്ല വീടാണല്ലോ. ഇച്ചിരി പണം ചെലവായി കാണും അല്ലേ ലച്ചൂട്ടിയെ? അതൊക്കെ അവനെ അറിയൂ. അല്ല, കണ്ണൻ എന്താ പണി? അവനെന്താ പണിയെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിലൊക്കെ പറയാൻ പറ്റില്ല. എന്നാലോ അവനില്ലാത്ത പണിയില്ല. അല്ല, എവിടെ അവൻ? ശരിക്കൊന്ന് കാണാൻ തന്നെ കിട്ടിയിട്ടില്ല ഇതുവരെ. കല്യാണത്തിന് ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അതെ അതെ, എല്ലായിടത്തും വിളിച്ചു തീർന്നിട്ടില്ല. രാവും പകലും ഓട്ടാണ്. അജയ, അങ്ങനെ തപാലിൽ അയക്കേണ്ട കത്തുകളെല്ലാം അയച്ചു കഴിഞ്ഞു. ഇനിയും പറയാൻ ഒത്തിരി ബാക്കിയുണ്ട്. ദിവസങ്ങളാണെങ്കിൽ കുറവ്. അടിച്ച 1000 കത്തും തീർന്നു. 1000 കത്തുകൂടി ഉടനടിക്കണം. ജില്ല അടക്കി ക്ഷണിക്കണം. വിവാഹത്തലേന്നത്തെ ജനകീയ വിപ്ലവ മഹാസംഗമ സൽക്കാരം അടിപൊളിയാവണം. കറൻസികൾ നിറഞ്ഞ കവറുകൾ കൊണ്ട് നിന്റെ മേശ നിറയണം. മതി മതി. നമുക്ക് കണ്ണ, തലേന്നത്തെ പരിപാടിയോട് അനുബന്ധിച്ച് ഒരു ഗാനമേള കൂടി നടത്തിയാലെന്താ? അതൊക്കെ ചെലവല്ലേ? എന്ത് ചെലവ്? ഗായക സംഘത്തെയും മ്യൂസിക് പാർട്ടിയെയും ഞാൻ കൊണ്ടുവരും. അവർക്ക് വയറ് നിറച്ച് ചോറും വീശാൻ മറ്റവനും. നിനക്ക് നിർബന്ധമാണെങ്കിൽ അതുകൂടി ആയാലേ റിസപ്ഷൻ ഒന്ന് കൊഴുക്കോ? എങ്കിൽ പരിപാടി ഒന്ന് കൊഴുക്കട്ടെ. നീ കൊഴുക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴാ ഒരു ഐഡിയ കിട്ടിയത്. എന്ത്? റിസപ്ഷനെ കൊഴുക്കട്ടയും ചിക്കൻ കറി ആയാലെന്താ? അതിപ്പോ നമ്മൾ തീരുമാനിക്കണ്ട. ഓ, അതിന് പ്രത്യേക കമ്മിറ്റി ഉണ്ടല്ലോ. അജയ, നീ വീട്ടിലേക്ക് നടക്ക്. ഞാൻ നമ്മുടെ മമ്മൂഞ്ഞിക്കാനെ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് വരാം. കണ്ണ, ഇതിപ്പോ 10,000. ഇപ്പൊ ആകെ മൊത്തം 10,000. മൊത്തം 50,000. കണ്ണാ, ഒരു ജാമ്യം അല്ലാണ്ടാണ് ഇത്രയും പണം എനിക്ക് നമ്മൾ തരുന്നത്. വിശ്വാസല്ലേ മമ്മൂഞ്ഞിക്ക വലുത്? അന്റെ കല്യാണം ആവശ്യല്ലേന്ന് കരുതിയിട്ടാണ്. അതുകൊണ്ടെന്താ, തലേനാളത്തെ പാർട്ടി കഴിഞ്ഞാൽ പണം ഞാനങ്ങ് എണ്ണി തരില്ലേ? നവീസാന്റെ കല്യാണത്തിന് വേണ്ടിക്കൊണ്ട് ഓൾ ഉമ്മാന്റെ പേരിൽ ഒരു പറമ്പ് വിറ്റച്ച പൈസ നിനക്കറിയാലോ? എല്ലാം എനിക്കറിയാം മമ്മൂഞ്ഞിക്ക. തലേന്നാളത്തെ കവറ് പ്രതീക്ഷാണ് എന്റെ കളി മുഴുവനും. കണ്ണ, ഇനി ആരെയും വിട്ടുകാണ്ട് കല്യാണം വിളിക്കണം. ഈ ഒരു കാര്യം ചെയ്യും, എന്റെ കൈമലുള്ള കല്യാണ കത്തുണ്ടല്ലോ ബാക്കിയുള്ളത്, അത് കുറച്ച് നമ്മളെ കയ്യിൽ എന്താ നമ്മളെ പരിചയക്കാർക്കെല്ലാം കൂടി ഒന്ന് വിളിക്കാലോടോ. ഇതിപ്പോ ആവശ്യം നമ്മളെ കൂടിയാണല്ലോ. അടിച്ച കത്ത് തീർന്നു. എങ്ക് പെട്ടെന്ന് കുറച്ച് കത്തൂടി അടിച്ചു വഹിയാഞ്ഞി. അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. എന്നാല് ഇനി ഇങ്ങനെ സംസാരിച്ചിക്കണ്ട. ഞാൻ ഇറങ്ങാണ്. പിന്നെ മമ്മൂഞ്ഞിക്ക, സദ്യക്ക് ലിസ്റ്റ് ഇടാൻ വീട്ടിലേക്ക് വരണം കേട്ടോ. നമ്മള് വരുവോടോ? അതെന്ത് വർത്താനാ ഞാൻ പറയുന്നത്? ഇതിപ്പോ നമ്മളെ കൂടി ആവശ്യമല്ലേ? ശരി. കണ്ട, ഇനി നമുക്ക് താമസിക്കണ്ട. നമുക്ക് ലിസ്റ്റ് ഇടാം. പിന്നെ വാർഡ് മെമ്പർ എത്തുമെന്നാണ് പറഞ്ഞത്. നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാം. എന്തിനാ മെമ്പർ? ഇവിടെ എന്താ ഗ്രാമസഭ ഉണ്ടോ? അത് പിന്നെ നമ്മുടെ മെമ്പർ അല്ലേ. സദ്യക്ക് ലിസ്റ്റ് ഇടാ. ഓൻ എന്താ അറിയടോ? എന്ന് പറഞ്ഞാ പറ്റുമോ?
കല്യാണം ജനകീയാവുമ്പോ ചില ജനാധിപത്യ മര്യാദകളൊക്കെ പാലിച്ചില്ലേ പറ്റൂ. ആ ദാ നമ്മുടെ മെമ്പർ വരുന്നുണ്ട്. എന്നെ തുടങ്ങാം. ഞാൻ എത്താൻ വൈകിയോ? ഇല്ല, നമ്മൾ കുറച്ച് നേരത്തെയാ. ഒരു ജനപ്രതിനിധിയുടെ തിരക്കും കാര്യങ്ങളും അങ്ങനെ എല്ലാവർക്കും മനസ്സിലാവില്ല. നമുക്ക് ലിസ്റ്റ് ഇടാം. ലിസ്റ്റിടാം. അപ്പോ തലേനാളത്തെ റിസപ്ഷൻ എന്തൊക്കെ വേണമെന്ന് ആദ്യം തീരുമാനിക്കാം. അഭിപ്രായം ആർക്കും പറയാം. കുഞ്ഞപ്പ മാമ ഒരു അഭിപ്രായം പറയും. പൂവമ്പഴവും നാടനാവിലും അസലാവും. അഭിപ്രായം കൊള്ളാം, പക്ഷേ കലക്ഷൻ കുറയും. പുകമ്പയവും കാലയിലപ്പോ ഉഷാറാവുന്നാണ് നമ്മളെ അഭിപ്രായം. പൂവമ്പഴ അതൊക്കെ പഴഞ്ചൻ ഇടപാടല്ലേ. എല്ലാറ്റിനും ഒരു പുതുമ വേണം. അതേസമയം ലളിതമായിരിക്കണം. വിവാഹ ദൂർത്ത് പരമാവധി കുറയ്ക്കണം. എങ്കിൽ മെമ്പർ തന്നെ ഒരു അഭിപ്രായം പറയൂ. എന്റെ അഭിപ്രായത്തില് ചിക്കൻ കറിയും പൊറാട്ടയും അത് മതി. ഇതിപ്പോ കണ്ണനെ കുത്തുപാളി എടുപ്പിക്കേണ്ട വർത്താനാണ് ഇപ്പൊ മെമ്പർ പറഞ്ഞത്. മമ്മുഞ്ഞ് വിദ്വേഷം വെച്ച് സംസാരിക്കരുത്. ഞമ്മക്കാരോടൊരു വിദ്വേഷമില്ലടോ. പക്ഷെ എങ്കിൽ പുകമ്പയവും കാരയിലപ്പോ മതി എന്നാ നമ്മളെ അഭിപ്രായം. കണ്ണ എന്ത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ അഭിപ്രായത്തെ നിഷേധിച്ചുകൊണ്ടൊരു തീരുമാനമാണെങ്കിൽ വിവാഹ തലേന്നത്തെ ടീ പാർട്ടിക്ക് ഈ വാർഡിൽ നിന്ന് എനിക്ക് വോട്ട് ചെയ്ത് ഒരുത്തരം പങ്കെടുക്കില്ല. പാർട്ടിക്ക് ആള് വന്നില്ലെങ്കിലേ കലക്ഷൻ കുറയും. കലക്ഷൻ കുറഞ്ഞാല് ചിക്കൻ കറിയും പൊറാട്ടയും ആവാം. എന്ത് അപ്പൊ ഞമ്മളെ വാക്കിനൊരു ബലമില്ല അല്ലേ? അജയ, മമ്മൂനിക്കാനെ പിണക്കരുത്. രണ്ടുപേർക്കും ഉചിതമായൊരു തീരുമാനം നീ എടുക്ക്. എല്ലാവരും ശ്രദ്ധിക്കണം. ഇവിടെ മെമ്പറും മമ്മൂഞ്ഞയ്ക്ക് നല്ല അഭിപ്രായം പറഞ്ഞത്. അതിലെ ചെറിയൊരു മാറ്റം വരുത്താണ്. ചിക്കൻ കറിയും കാരയിലപ്പൂ ആവാം. ബെസ്റ്റ് കോമ്പിനേഷൻ. ഞമ്മക്ക് അത് മതി. എല്ലാവരോടും കൂടി എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. ഞാനിവിടെ ഒരു അഭിപ്രായം പറഞ്ഞു. ആരും പുല്ലിന് പോലും വില വെച്ചില്ല. പിന്നെ ഞാൻ എന്തിനാടോ ഇവിടെ ഇരിക്കുന്നത്? അജയ, ഇനി കുഞ്ഞപ്പ മാനോടെ കുരുത്തുദോഷം ഉണ്ടാവണ്ട. ഓരോ പൂവമ്പഴവും കൂടി ഇരിക്കട്ടെ. അപ്പോഴേ എല്ലാവരും ശ്രദ്ധിക്കണം. ആർക്കൊരു വിരോധവും വേണ്ട. ചെറിയൊരു മാറ്റം കൂടി വരുത്താണ്. തലേനാളത്തെ പാർട്ടിക്ക് പൂവൻ പഴവും ചിക്കൻ കറിയും കാരയിലപ്പവും എന്താ പോരെ? മതി. വരൂ ഇങ്ങോട്ട് കയറിയിരിക്കൂ. ഇരിക്കാൻ സമയമില്ല. കണ്ണന്റെ വീടല്ലേ? അതെ. ആരാ? ഡെക്കറേഷൻ സെറ്റിന്റെ ഓണർ കുഞ്ഞനാണ്. ഇത്രയും വലിയ കുഞ്ഞനോ? ഇവിടുത്തെ വിവാഹ പന്തലിന്റെയും ഡെക്കറേഷന്റെയും കോൺട്രാക്ട് ഞങ്ങൾക്കാണ്. മനസ്സിലായി. പണ്ടൊക്കെ പന്തലിടുക എന്ന് പറഞ്ഞാൽ വേതനമില്ലാത്ത സേവനമായിരുന്നു. കാലം മാറിയപ്പോൾ കല്യാണവും മാറി. കേട്ടോ മാവ, കല്യാണത്തിന് കുഞ്ഞനാണ് പന്തലും ഡെക്കറേഷനും എന്ന് പറയുന്നത് തന്നെ ഒരു പത്രാസാണ്. അതെ. ഞാൻ പറഞ്ഞില്ലേ കണ്ണ, കുഞ്ഞിന് കൃത്യനിഷ്ഠയാണ് പ്രധാനം. എത്ര സ്ക്വയർ ഫീറ്റ് പന്തലാണ് ഉദ്ദേശിക്കുന്നത്? അതിപ്പോ അജയ എത്ര വേണ്ടി വരും? നീ അകത്തോട്ടില്ലേ, അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാം. ശരി. അപ്പോഴേ എന്താ ചോദിച്ചത്? നമ്മുടെ പന്തലിന് ആവശ്യമായ സിറ്റിംഗ് കപ്പാസിറ്റി, സ്റ്റാൻഡിംഗ് കപ്പാസിറ്റി ഇവ എത്ര? ഉദ്ദേശം 1000 പേർക്ക് ഒന്നിച്ചിരിക്കാനുള്ള സൗകര്യം. അയ്യാ, 1000 കസേര തന്നെ വേണോ? വേണോ, ഒട്ടും കുറയാൻ പാടില്ല. ഈ കുഞ്ഞപ്പയ്ക്ക് ഒരു സംശയം. ഇത്രയും കസേര വേണോ? വേണ്ടിവരും. അജയ, കണ്ണനോടും കൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ? ഇതില്ലേ കണ്ണന്റെ അഭിപ്രായത്തിന് സ്ഥാനമില്ല. കല്യാണം അവന്റേതല്ലേ? അതുകൊണ്ട് അവന്റെ തീരുമാനം അറിയണ്ടേ? റിസപ്ഷന്റെ മൊത്തം ചാർജ് എനിക്കാണ്. അലങ്കാരം കുറയ്ക്കാൻ പറ്റില്ല. അപ്പോ ഞാനെന്താ പറഞ്ഞത്? 1000 പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം. അതെ. പിന്നെ ഒരു 10-200 പേർക്ക് കോടതിയെയും പോലീസിനെയും ഭയപ്പെടാതെ ചീട്ട് കളിക്കാനുള്ള ഇരിപ്പിടവും മേശയും വെളിച്ചവും. ഓക്കെ. നെക്സ്റ്റ്. അജയ, എന്താ ഇത്? ഉത്സവപ്പറമ്പോ? അതെ, ഉത്സവം, കല്യാണ മഹോത്സവം. നിങ്ങളൊന്നും മിണ്ടാതിരി. പിന്നെ വിപുലമായൊരു ഊട്ടുപുര, മിക്സി, ഗ്രൈൻഡർ, ഫ്രിഡ്ജ് തുടങ്ങി സകല സൗകര്യങ്ങളും. ഓക്കെ. നെക്സ്റ്റ്. പന്തലിൽ ഒരു സ്റ്റേജ്. സ്റ്റേജോ? എന്തിനാ സ്റ്റേജ്? റിസപ്ഷനോടനുബന്ധിച്ച് അത്യുഗ്രം ഗാനമേള ഉണ്ടായിരിക്കും. ചിരിക്കുന്നോ? റിസപ്ഷന് ചെറുപ്പക്കാർ തള്ളിക്കയറും. കവറുകളിലെ കറൻസികൾ കണ്ട് കണ്ണന്റെ കൺകുളിർക്കും. കലക്ഷൻ ജോറാകുമ്പോഴേ കല്യാണം കേമാകും. അജയ, വയസ്സ് 60 കഴിഞ്ഞു എനിക്ക്. ഈ കാലത്തിനിടയ്ക്ക് ഒരു കല്യാണത്തിനും ഇത്രയും ഗംഭീരമായൊരു ഒരുക്കം ഞാൻ കണ്ടിട്ടേ ഇല്ല. ആരും കാണാത്തത് കാണിക്കുമ്പോഴാണ് ഈ നാട്ടിലെ ഓരോ കല്യാണത്തിന്റെയും മാറ്റുകൂടുന്നത്. കണ്ണന്റെ കല്യാണത്തെ കവച്ചു വെക്കാനേ മറ്റൊരു കല്യാണം ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെയാണ് ഈ കല്യാണത്തിന്റെ ഡെക്കറേഷനും പബ്ലിസിറ്റിയും പട്ട വിതരണവും ഞാൻ ഏറ്റെടുത്തത്. പട്ടവിതരണം? അതെ, തലേനാളത്തെ വെള്ളംകളി. അപ്പോ വള്ളംകളി ഉണ്ടോ? വള്ളംകളിയല്ല, വെള്ളംകളി. വാട്ടീസടി. കുഞ്ഞപ്പമാമ നോക്കിക്കേ,
ഇത് ഗൾഫുകാരൻ സുജാതന്റെ അലന്ന കല്യാണമല്ല, കച്ചവടക്കാരൻ മുഹമ്മദ് കുട്ടിയുടെ പിശുക്ക് കല്യാണമല്ല. ഇത് കണ്ണന്റെ കല്യാണ മാമാങ്കം. ഇതിനെ വെല്ലാൻ മറ്റൊന്നുണ്ടാവില്ല. ദൈവമേ, ഇതാരോടുള്ള പക തീർക്കലാണ്? കല്യാണത്തലേന്ന് കുടിച്ചു കൂത്താടിയും പണമെറിഞ്ഞ് ചൂതാടിയും നികൃഷ്ടമാക്കപ്പെട്ട ഒരു പന്തലിലേക്കാണല്ലോ കണ്ണൻ തന്റെ ജീവിതസഖിയെ കൈപിടിച്ചു കൊണ്ടുവരുന്നത്. ഈ മഹാപാതകം അറിയുന്നവരുണ്ടോ ഈ നാട്ടിൽ? അങ്ങനെ കല്യാണ ദിവസം അടുത്തെത്തി. വീട്ടുമുറ്റത്തും അന്യന്റെ പറമ്പിലുമായി പടുകൂറ്റൻ പന്തലുയർന്നു. ഒരാഴ്ച മുമ്പ് തന്നെ നാട്ടുകാരെയും സുഹൃത്തുക്കളെയും കൊണ്ട് വീട് നിറഞ്ഞു. വരുന്നവരൊക്കെ നല്ല നല്ല അഭിപ്രായവും പറഞ്ഞു. മൂക്കറ്റം തിന്നും കുടിച്ചും മതിച്ചും കഴിക്കാൻ തുടങ്ങി. ലച്ചൂട്ടിയും കണ്ണനും യാതൊരു കൂസലുമില്ലാതെ വിളിച്ചു വരുത്തിയവർക്ക് വിളമ്പിക്കൊടുത്തും വീമ്പ് കടിച്ചും വിലസി അങ്ങനെ നടന്നു. ഇതൊക്കെ കണ്ടപ്പോ ഞാൻ ചിന്തിച്ചുപോയി, കണ്ണൻ ആരാ? കയ്യും കണക്കുമില്ലാതെ ഇങ്ങനെ കാശ് വാരി എറിയാൻ? കാലം ചെയ്ത കുറുമ്പ്രനാട് രാജാവോ? ആ ദാ ലച്ചൂട്ടി വീണ്ടും വരുന്നു. കുഞ്ഞപ്പേട്ടൻ ചായ പലഹാരം കഴിച്ചോ? ഓവല്ലോ. ഒന്നും തൃപ്തിയായി കാണില്ല. ആരാ പറഞ്ഞത്? പ്രാതല് ഭേഷായിട്ടുണ്ട് ലച്ചൂട്ടിയെ. ആ അല്ല, കുഞ്ഞപ്പേട്ട എന്തിനാ ഈ ഷർട്ടും മുണ്ടല്ല ഇങ്ങനെ മടക്കി വെക്കുന്നത്? അല്ല, അത് എല്ലാം ഒന്ന് ഒതുക്കി വെക്കാമെന്ന് കരുതി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കുഞ്ഞപ്പേട്ട. ഈ വീടിന് എന്ത് പറ്റി? എന്റെ മോൻ എന്ത് പറ്റി? ലച്ചൂട്ടി, ഇനി ഇങ്ങനെ കരഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല. എല്ലാം അങ്ങോട്ട് നേരെയാവും. ആ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആ കുഞ്ഞപ്പേട്ടനെ ഒന്ന് ഉമ്മറത്തേക്ക് വരണം. ആരൊക്കെയോ വന്നിരിപ്പുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. ലച്ചൂട്ടി നടന്നോളൂ. വേഗം വരണേ. വരാം. പാവൻ ലച്ചൂട്ടി. ഉമ്മറത്ത് ആരാ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം, എന്തിനാണെന്നും അറിയാം. പക്ഷേ ഞാൻ അങ്ങോട്ടില്ല. അപ്പോൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? കല്യാണം അതിഗംഭീരമായി നടന്നു. ഒരു പൂരത്തിനുള്ള ജനം പങ്കെടുത്തു. കല്യാണം കഴിഞ്ഞപ്പോൾ കണ്ണന്റെ കയ്യിൽ ഒരു പെണ്ണിനെയും പിടിച്ചേൽപ്പിച്ച് എല്ലാവരും യാത്രയായി. പക്ഷേ രാത്രിയായിട്ടും ചിലരൊന്നും അവിടുന്ന് പോയില്ല. എന്നാൽ ഒരു സത്യം നമ്മൾ പറയാം, അടുത്ത കാലത്തൊന്നും ഉമ്മാതിരി ഒരു കല്യാണം ദുനിയാവ് നടന്നില്ല നോക്കിക്കോളി. വാസ്തവം, ഒരു മാമാങ്കം തന്നെയല്ലേ കണ്ണൻ നടത്തിയത്? അല്ല, ഒക്കെ നമ്മളൊക്കെ ഒരു ഒത്താശ ഉണ്ടാന്നും വെച്ചോളി. എല്ലാം ഭംഗിയായി കഴിഞ്ഞു. ലച്ചൂട്ടി ഭാഗ്യം ചെയ്തോളാ. അത് പിന്നെ പറയാനുണ്ടോന്ന്? അത് പോട്ടെ, നമ്മളെ പുയ്യണ് പോയടാളുള്ളത് അകത്തുണ്ട്. ആ മണിയറന്റെ അകത്തേക്ക് പോയോ? ഇല്ല, അവിടെ അജയനും കണ്ണനും പണം എണ്ണിക്കൊണ്ടിരിക്കുക. ഇപ്പൊ വിടരുത്. അസംബന്ധം പറയുന്നോ? നിങ്ങളെന്തിനാന്ന് ചൂടാകുന്നത്? കണ്ണൻ കവർ എണ്ണിക്കൊണ്ടിരിക്കല്ലേ. അതൊന്ന് കഴിഞ്ഞോട്ടെ. എത്രയുണ്ട് എന്ന് അറിഞ്ഞിട്ട് വേണോ ഞമ്മക്ക് സമാധാനത്തോടെ പുരയിലേക്ക് പോകാൻ. ഒരു ജാമ്യം ഇല്ലാണ്ടാണ് ഓനിക്ക് നമ്മൾ 50,000 ഉറുപ്പ്യ കൊടുത്തത്. ലക്ഷ്മിക്കുട്ടിയെ ആരോ അങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ഇനി നമ്മളെ കുഞ്ഞനല്ലേ, നമ്മളെ പന്തലിന്റെ. ഓ മനസ്സിലായി. കണ്ണൻ എവിടെ? അകത്തുണ്ട്. അജയനോ? അജയനും അകത്തുണ്ട്. എപ്പോഴാ പുറത്തിറങ്ങുക? അതൊരു വല്ലാത്ത ചോദ്യാന്നല്ലോ വാപ്പ. ഇപ്പൊ സമയം 10 കഴിഞ്ഞു. എനിക്ക് വീട്ടിൽ പോകണം. എന്താ ഇപ്പം പോവാത്തത്? കണ്ണനെ കണ്ടിട്ട് വേണം പോകാൻ. ഓനെ തന്നെയാണോ നമ്മൾ നോക്കി കുത്തിരിക്കുന്നത് ഇവിടെ? അത് എനിക്കറിയണ്ട. കുറെ നേരമായി ഞാൻ ആ പഠിക്കൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്. പന്തലിന്റെ വാടക കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് പോകാമായിരുന്നു. തെച്ചൂട്ടിയെ കണ്ണനെ ഒന്നും ഇങ്ങോട്ട് വിളിക്കൂ. മോളെ എന്താ അമ്മേ? കണ്ണനെ കാണാനേ ആള് കാത്തിരിക്കുന്നു ചെന്ന് പറ. ചെല്ലു മോളെ. മൊത്തം 22,415 രൂപ. അജയ, നീ ഒന്നുകൂടി എണ്ണി നോക്ക്. ഞാനൊരു 10 തവണയെങ്കിലും എണ്ണി. പലതവണ എണ്ണിയ പണം വർദ്ധിക്കോ? സംശയം ഉണ്ടെങ്കിലേ ഇതാ നീ തന്നെ ഒന്ന് എണ്ണി നോക്ക്. നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞതല്ല ഞാൻ. കവറുകളുടെ എണ്ണം കണ്ടപ്പോ കടമില്ലാതെ നീ രക്ഷപ്പെടുമെന്നാ ഞാൻ കരുതിയത്. പക്ഷെ കവർ തുറന്നപ്പോ മിക്കതിൽ ആശംസാ കാർഡുകൾ. ഇങ്ങനെ ഒരു ചതി ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഇനിയിപ്പൊ എന്താ ചെയ്യാ? പന്തലുകാരൻ കുഞ്ഞ് പഠിക്ക് കാത്തിരിപ്പുണ്ട്. ഉമ്മർത്ത് മമ്മൂഞ്ചിക്കാനെ പറഞ്ഞ് സമാധാനിപ്പിക്ക. പക്ഷെ പന്തലുകാരൻ കുഞ്ഞ് കഞ്ഞിയ. ദൈവമേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. 22,415 രൂപ കൊടുക്കാനുള്ളതോ 98,000. മമ്മൂഞ്ഞിക്ക, കുഞ്ഞൻ, ബാലേട്ടൻ, ചന്ദ്രേട്ടൻ, ഗോപ. മതി. എല്ലാ ഏട്ടന്മാർക്കും കൂടി എണ്ണി എടുക്കാൻ മാത്രം എല്ലുകളില്ലല്ലോ കണ്ണാ നിന്റെ ശരീരത്തില്.
അജയ, ആരാ നോക്ക്? സംശയിക്കണ്ട, അവൻ തന്നെ, കുഞ്ഞൻ. ആ, നീ ചെന്ന് വാതിൽ തുറക്ക്. ഇന്ന് രാത്രി എന്റെ മണിവാതിൽ മുട്ടാൻ മാത്രം കഞ്ഞിയല്ല കുഞ്ഞൻ. ചെന്ന് തുറക്ക്. രാധയായിരുന്നു. എന്താ രാധേ? കണ്ണേട്ടനെയും കാത്ത് ഉമ്മറത്ത് 1-2 പേര് ഇരിക്കണുണ്ട്. ഞാൻ അത് പറയാനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ആ, ഞാനിപ്പോൾ അങ്ങോട്ട് വരാമെന്ന് പറയും. പുറത്തിരിക്കുന്നത് മറ്റാരുമല്ല, കുഞ്ഞനും മമ്മൂഞ്ഞിക്കായും. അജയ, ഞാനിപ്പോ അവരോട് എന്താ പറയേണ്ടത്? നീ ഇപ്പോഴേ ഒന്നും പറയാൻ പോണ്ട. ഇന്നൊരു രാത്രി അവരെ ഞാൻ കൈകാര്യം ചെയ്തോളാം. അജയ, നീ വിഷമിക്കേതിരി. കല്യാണം കഴിക്കുന്നതും കടം കയറുന്നതും നാട്ടുനടപ്പാണ്. നീ അതേക്കുറിച്ച് ആലോചിച്ച് ആദ്യ രാത്രി അവസാന രാത്രി ആക്കണ്ട. ഗുഡ് നൈറ്റ്. കുഞ്ഞിനെയും മമ്മുഞ്ഞിനെയും കൂട്ടി അജയൻ പടിയിറങ്ങിപ്പോയി. ഒത്തിരി വൈകിയാണെങ്കിലും വിളക്കണച്ച് ഞാൻ ഉറങ്ങാൻ കിടന്നു. പക്ഷേ എനിക്കുറക്കം വന്നില്ല. ഏതാണ്ട് പാതിരാത്രിയായി കാണും. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, വീട്ടിലേക്കുള്ള പടിക്കൽ നിന്ന് ഒരു സംസാരം. ഒന്ന് പതുക്കെ പറയും. അർദ്ധരാത്രിയാണ്. പ്ലീസ് ഒന്ന് പതുക്കെ പറയും. എനിക്ക് പതുക്കെ പറയാൻ അറിയില്ല. കുഞ്ഞാ, ഓനക്ക് ഇത് ആദ്യ രാത്രിയാണ്. ഇപ്പം നമ്മൾ ഓൻ അടങ്ങാറാക്കുന്നത് അത്തിരി ശരിയല്ല. അല്ല, ഞമ്മക്കോൻ പണം തരാണ്ട് സംഗതി ശരിയല്ലേ? പക്ഷേ നമുക്ക് രാവിലെ വന്ന് വാങ്ങാം. പണം ഓന്റെ കൈമലുണ്ടല്ലോ. നിങ്ങളൊന്നും മിണ്ടാതിരി. അജയൻ എന്താ ഒന്നും മിണ്ടാത്തത്? കുഞ്ഞാ, നീ സമാധാനിക്ക്. നിന്റെ പണം തന്നിട്ട് അവൻ മറ്റാർക്കും പണം കൊടുക്കും. എങ്ങനെ അല്ല, ഇവന്റെ പണം നമുക്ക് വാങ്ങിക്കൊടുക്കാം. ഇല്ലേ മമ്മുനിക്ക? അപ്പൊ ഞമ്മളെ പണോ? എന്നാ കേട്ടോളി, ആദ്യം ഞമ്മളെ പണം കിട്ടണം. മമ്മുനിക്ക, എന്നിട്ട് മതിയോടോ പന്തലിനും പത്രാസിനും ഒക്കെ കൊടുക്കുന്നത്? ഇന്റെ മോളെ നിക്കാഹിന് വെച്ച പൈസ നമ്മൾ എടുത്തു കൊടുത്തത്. മമ്മുനിക്ക, നേരം പുലരട്ടെ. പറ്റൂല മോനെ, പറ്റൂല. ഇനി താമസിച്ചുവിടാ. കാക്ക കരയുന്നതിന് മുമ്പായിട്ട് ഞമ്മളെ കായ് ഞമ്മക്ക് കിട്ടണം. അജയ, നീ ചെന്ന് കണ്ണനെ വിളിക്കേ. രണ്ടുപേരും ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. ഈ ഒരു രാത്രി നിങ്ങൾ അവനെ ശല്യം ചെയ്യരുത്. ഞമ്മക്കോനെ ഇപ്പൊ കാണാൻ എന്താ മൈ? ഒറ്റ വഴിയേ ഉള്ളൂ. ആരും അറിയാതെ അവനെ വിളിക്കുക. എനിക്ക് ഇന്ന് രണ്ടിലൊന്നും അറിയണം. ഞമ്മക്ക് ഒന്നറിഞ്ഞാ മതി ഞമ്മളെ പൈസ. എന്നാൽ വരീൻ, നമുക്ക് ഒന്നിച്ചു പോയി വിളിക്കാം. മമ്മുനിക്ക, കുഞ്ഞ, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? നിൽക്കൂ മമ്മുനിക്ക. ദൈവമേ, എനിക്ക് കണക്കുകൾ തെറ്റുന്നു. ഹരിച്ചും ഗുണിച്ചും അക്കങ്ങളിൽ ഭീമമായ നഷ്ടം. നാളെ നേരം പുലരുമ്പോൾ കടക്കാരുടെ മുമ്പിൽ കണക്ക് തീർത്ത് എങ്ങനെയാണ് ഞാൻ കൈ കഴുകുന്നത്? ചോദിച്ചവരെല്ലാം പണം തന്നു, കിട്ടിയത് മുഴുവൻ ചെലവഴിച്ചു. നാളെ അവരുടെ മുമ്പിൽ എന്തു പറഞ്ഞ് രക്ഷപ്പെടും? ഈ രാത്രി പുലരുമ്പോൾ, ദൈവമേ, ഇന്ന് രാത്രി പുലരാതെ ഇങ്ങനെ കഴിഞ്ഞിരുന്നെങ്കിൽ. യേശുദാസും വാണിജ്യറാം ചേർന്ന് പാടിയ പാട്ടാത്. കണ്ണേട്ടൻ എന്തേ ഇപ്പൊ ഈ വരികൾ ഓർക്കാൻ കാരണം? അതോ, അത് പിന്നെ ഇത് നമ്മുടെ ആദ്യ രാത്രിയല്ലേ. രാധ ഇങ്ങോട്ടിരിക്കെ. രാധ ഉറങ്ങിയില്ലായിരുന്നോ? ഇല്ല, കണ്ണേട്ടൻ കണക്കിന്റെ ലോകത്തല്ലായിരുന്നോ? വിളിക്കണ്ടെന്ന് കരുതി. ക്ഷമിക്കണം രാധേ, നീ എന്നെ കാത്തിരുന്ന് മുഷിഞ്ഞു അല്ലേ? സാരമില്ല. കണ്ണേട്ടാ, ആരോ ജനവാതിലിൽ മുട്ടുന്നു. ആരാണ് ഈ സമയത്ത്? കണ്ണേട്ടാ, എനിക്ക് പേടിയാവണു. നീ ഭയപ്പെടണ്ട. ഈ ജനവാതിൽ മുട്ടുന്നത് ആരാണെന്ന് എനിക്കറിയാം. ആരാ? എന്റെ ചില സുഹൃത്തുക്കൾ. അവരെന്തിനാ ഈ നേരത്തെ ജനവാതിലിൽ മുട്ടണത്? എന്നെ ഒന്ന് ബുദ്ധിമുട്ടിക്കാൻ. അതെന്തിനാ? അവർക്ക് ഇതൊരു വേറൊരു തമാശയല്ലേ. ഞാൻ അവരെ പറഞ്ഞു വിട്ടിട്ട് വരാം. അയ്യോ വേണ്ട, ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങണ്ട. രാധ ഇങ്ങനെ ഭയപ്പെട്ടാലോ? ഞാൻ വേഗം വരാം. കണ്ണ, എന്നോടൊന്നും തോന്നരുത്. പല വിധത്തിൽ ഞാൻ പറഞ്ഞു നോക്കി, പക്ഷേ ഇവര് കേട്ടില്ല. കണ്ണാ, അന്റെ മതിവുത് രാത്രിയിൽ കൊതുവഴിയായി എന്ന് വിചാരിച്ച് ഇജ്ജ് വിഷമിക്കണ്ട. ഞമ്മളെ പൈസ കിട്ടിയാൽ ഞമ്മള് പോവും. പിന്നെ അനക്കും ഞമ്മക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാല്ലോ മോനെ. നേരെ ഒന്ന് പുലർന്നോട്ടെ, 2 പേർക്കും പണം തരാം. എന്തിനാ നേരം പുലരുന്നത്? ഇപ്പോ നിങ്ങൾ പണത്തിന് ആവശ്യപ്പെടരുത്. പറ്റൂല മോനെ. അങ്ങനെ പറയരുത്. ഇപ്പോ ഞാൻ പണം എടുത്തു വരുന്നത് കണ്ടാൽ രാധ എന്ത് കരുതും? അതൊന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ട. കേൾക്കണം. നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാനിപ്പോൾ പണം തരില്ല. നേരം പുലരാൻ ഇനി കുറച്ച് സമയമുള്ളൂ. അതിനു മുമ്പ് നിങ്ങളുടെ പണവുമായി ഞാൻ വീട്ടിലെത്തും.
മമ്മുഞ്ഞിക്ക, എന്നെ വിശ്വസിക്കണം. കുഞ്ഞ, ഞാൻ വാക്ക് മാറില്ല. ഈ രാത്രി നിങ്ങൾ എന്നോട് ദയ കാണിക്കണം. പടച്ചോനെ, ഞമ്മളിപ്പോ ഇവനോട് എന്താ പറയേണ്ടത്? ആ കണ്ണാ, ഞമ്മളിപ്പൊ പോന്ന്. പക്ഷെങ്കിൽ കാലത്ത് കാക്ക കരിയണതിന് മുമ്പായിട്ട് ഞമ്മളെ പണു അരിഞ്ഞ് വീട്ടിലെത്തും. ഇല്ലെങ്കിൽ നാളെ സുബേക്ക് ഞമ്മളിവിടെ എത്തും. തീർച്ചയായിട്ടും എത്തിക്കാം. നാളെ കോഴി കൂവും മുമ്പ് 20,000, കാക്ക കരയണതിന് മുമ്പ് 50,000. ദൈവമേ, എങ്ങനെ ഞാൻ വാക്ക് പാലിക്കും? ആ, കാക്ക കരഞ്ഞു. കണ്ണേട്ടാ, എങ്ങോട്ടാ ഈ നേരത്ത്? നേരെ ശരിക്കും പുലർന്നിട്ടില്ലല്ലോ. അത് പിന്നെ കാക്ക കരഞ്ഞത് നീ കേട്ടില്ലേ? അതുകൊണ്ടെന്താ? നല്ല കഥ. അതുകൊണ്ട് എന്താണെന്നോ? കാക്ക കരയണ സാധാരണയല്ലേ? ഇത് സാധാരണ കാക്കയല്ല, മമ്മൂഞ്ഞിക്കാക്കയാണ്. നീ എന്താ ചിരിക്കുന്നത്? ഇനിയിപ്പോ കോഴിയും കൂവും. അതും സാധാരണ കോഴിയല്ല, കുഞ്ഞൻ കോഴി. അയ്യോ, ഈ കണ്ണേട്ടന് എന്താ പറ്റിയത്? ഉറക്കപ്പിച്ച് പറയാ. ദാ ഇവിടെ കിടന്നോളൂ. ഇല്ല, ഇനി എനിക്ക് കിടക്കാൻ നേരമില്ല. പിന്നെ എന്ത് ചെയ്യാൻ പോവാ? എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്. ഈ നേരത്തോ? അതെ. ഇത് പതിവുള്ളതാ? അതെ, പതിവുള്ളതാണ്. വ്യായാമാണോ? അതെ, വ്യായാമം. തടി കുറയ്ക്കാനല്ലേ? അല്ല, ഉരുക്ക് പോലെ ആവാൻ, തൊലിക്കട്ടി നേടാൻ. നീ കിടന്നോ? ഞാനും വരും. എന്തിന്? വ്യായാമം സ്ത്രീകൾക്ക് നല്ലതല്ലേ? നല്ലതാണ്, പക്ഷേ മാത്രമല്ല, കണ്ണേട്ടൻ തനിച്ചല്ലേ ഓടുന്നത്? ആര് പറഞ്ഞു? എന്റെ പിന്നാലെ ഓടാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. നീ കിടന്നോ? മോളെ, കണ്ണൻ എവിടെ? പുലർച്ചെ എഴുന്നേറ്റ് ഓടാൻ പോയി. ഓടാനാ? തടി കുറയ്ക്കാനുള്ള വ്യായാമം. അവൻ അതിന് മാത്രം തടിയൊന്നും ഇല്ലല്ലോ. നീ പറഞ്ഞു ഓടാൻ? ഇല്ല, പതിവുള്ളതാണ് എന്ന് പറഞ്ഞു. കള്ളൻ. നേരം പുലർന്നാലും ഉണരാറില്ല. ഞാൻ വേണം നിർബന്ധിച്ച് ഉണർത്താൻ. അപ്പൊ എന്നോട് പറഞ്ഞതോ? ഇതിപ്പോ ഒരു പുതിയ പരിപാടിയാണല്ലോ. പുരുഷന്മാർക്ക് വ്യായാമം നല്ലതാണ്. ശരീരത്തിലെ ദുർമേധസ്സൊക്കെ പോയി കിട്ടും, അല്ലേ? അല്ല, മോള് കള്ളം പറയണ്ട. ഭർത്താവിന്റെ ആരോഗ്യത്തില് ഭാര്യ തന്നെ വേണം ശ്രദ്ധിക്കാൻ. അമ്മേ, അത് ഞാൻ... നീ ഒന്നും പറയണ്ട. അവന്റെ ഇങ്ങനെയുള്ള ദുശീലങ്ങളൊക്കെ നീ തന്നെ വേണം മാറ്റിയെടുക്കാൻ, അല്ലേ? അങ്ങനെ കാര്യങ്ങളുടെ കിടപ്പ് ഏതാണ്ട് കുഞ്ഞപ്പയ്ക്ക് പിടികിട്ടി എന്ന് പറയാലോ. കല്യാണപ്പിറ്റേന്ന് നേരം പുലരും മുമ്പ് ഓടാനിറങ്ങിയ കണ്ണൻ ഉച്ചയായിട്ടും തിരിച്ചെത്തിയിട്ടില്ല. കണ്ണനെയും അന്വേഷിച്ച് കാലത്ത് തന്നെ പലരും വീട്ടിലെത്തി. കുറേ നേരം കാത്തിരുന്ന് അവരെല്ലാം തിരിച്ചുപോയി. ഉച്ച കഴിഞ്ഞിട്ടും കണ്ണനെ കാണാത്തതിൽ ലച്ചൂട്ടിക്കും രാധയ്ക്കും വേവലാതി ഉണ്ടാവില്ലേ. നിവർത്തിയില്ലാതെ വന്നപ്പോൾ കണ്ണനെയും അന്വേഷിച്ച് ഞാൻ തന്നെ പുറപ്പെട്ടു. സന്ധ്യയായപ്പോൾ അജയന്റെ വീട്ടിൽ വെച്ച് കക്ഷിയെ കസ്റ്റഡിയിലെടുത്തു. കടക്കാരെ ഭയന്ന് കല്യാണപ്പിറ്റേന്ന് വീട്ടിൽ നിന്ന് മുങ്ങിയ കണ്ണനെ കയ്യോടെ ഞാൻ വീട്ടിലെത്തിച്ചു. പക്ഷേ അടുത്ത ദിവസവും രാധ പോലും അറിയാതെ കണ്ണൻ ഓടാനെന്ന ഭാവത്തിൽ മുങ്ങി. ദിവസങ്ങൾ പലത് കഴിഞ്ഞു. ആദ്യമൊക്കെ വ്യായാമമാണെന്ന് രാധയും ലച്ചൂട്ടിയും വിശ്വസിച്ചു. പിന്നെ രാവിലെ ഓടാനിറങ്ങിയാൽ തിരിച്ചെത്തുന്നത് അർദ്ധരാത്രിയാണ്. അങ്ങനെ വ്യായാമത്തിന്റെ സമയദൈർഘ്യം കൂടി. കണ്ണന്റെ ശരീരം മെലിഞ്ഞു തുടങ്ങി. ഓടാൻ പറ്റാത്തത്ര ശരീരം ക്ഷീണിച്ചു. ഈ വ്യായാമം നിർത്തണമെന്ന് ലച്ചൂട്ടിയും രാധയും പറഞ്ഞു നോക്കി. പക്ഷേ കണ്ണൻ ഓട്ടം നിർത്തിയില്ല. കണ്ണന്റെ പിന്നാലെ കടം കൊടുത്തവരും ഓട്ടം തുടർന്നു. വൃത്തികെട്ട ഈ കള്ളനും പോലീസും കളി തുടങ്ങിയപ്പോഴേ ഈ കുഞ്ഞപ്പയ്ക്കും മനം മടുത്തു എന്ന് പറയാലോ. പക്ഷേ ഈ വീട്ടിലെ എല്ലാ സംഭവത്തിലും ഞാനും ഇടപെടേണ്ടി വന്നു. ലച്ചൂട്ടിയെ എന്താ? ആരാവോ ആ ഓടി വരുന്നത്? എവിടെ? ദാ വരുന്നു. അത് നമ്മുടെ മെമ്പർ അല്ലേ? അതെ, കണ്ണൻ ഇവിടെ ഇല്ലല്ലോ. കണ്ണനെ അന്വേഷിച്ചു വരുന്നവരോട് സമാധാനം പറഞ്ഞു മടുത്തു. ഇന്നിപ്പോൾ അയാളോട് എന്തു പറയും ലച്ചൂട്ടിയെ? നമുക്ക് ഒരു കാര്യം ചെയ്യാം. വീട് അടച്ചുപൂട്ടി ഇങ്ങോട്ടെങ്കിലും പോവാം. എന്തേ? മെമ്പർ ഇങ്ങ് എത്തി.
ആ ആ ആ അപ്പഴേ നീ അങ്ങോട്ടാ അകത്തേക്ക് പോയിക്കോളൂ. ആ വരൂ വരൂ, ഇരിക്കൂ. ഇല്ല, ഇരിക്കാൻ എനിക്ക് സമയമില്ല. ഒരു മെമ്പറുടെ ജോലി തിരക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുന്നതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല. അതെ അതെ, മനസ്സിലാവില്ല. എന്നാലും ഇച്ചിരി ദൂരം നടന്നു വന്നതല്ലേ. കണ്ണൻ എവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് ഓടി ഞാൻ എത്തിയത്. എനിക്ക് പോകാൻ തിരക്കുണ്ടാണോ? കണ്ണൻ ഇവിടെ ഉണ്ടെന്ന് ആരാ പറഞ്ഞു? പറഞ്ഞതാരോട്ടെ. കണ്ണനെ വിളിക്കൂ. കണ്ണൻ ഇവിടെ ഇല്ലല്ലോ. കള്ളം പറയരുത്. ഒത്തിരി തിരക്കിനിടയിൽ കണ്ണനെ കാണാൻ ഞാൻ ഇവിടെ വരുന്നത് ഇത് 15ാമത്തെ തവണ. ഓ മെമ്പർ 14 തവണ വന്നതും ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, എന്റെ കയ്യിലുള്ള കാശെടുത്തല്ല ഞാൻ അവനെ സഹായിച്ചത്, പലരോടായി വാങ്ങിക്കൊടുത്തതാ. അവരെല്ലാം എന്നോട് മുഷിഞ്ഞിരിക്കുക. ഇങ്ങനെ പോയാലേ എന്റെ രാഷ്ട്രീയ ഭാവി തന്നെ തകർന്നു പോകും. അല്ല മെമ്പറെ, നിങ്ങളുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് ഇതുവരെ ഒരു പരിഹാരം കണ്ടോ നിങ്ങള്? ഞാനോ? അല്ല, ഞാൻ എന്ത് ചെയ്യാനാ? ഒന്ന് ചോദിക്കട്ടെ, നിങ്ങളല്ലേ ഈ വീട്ടിലെ കാരണവര്? അതെ അതെ. നിങ്ങൾ വേണം അവന് ഉപദേശം കൊടുക്കാൻ. അല്ല, ഞാൻ പകയിലൊരു ബന്ധു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒഴിവാകാൻ പറ്റില്ല. കല്യാണ സദ്യക്ക് ലിസ്റ്റ് ഇടുമ്പോ അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നത് നിങ്ങളല്ലേ? അതെ അതെ. അതുകൊണ്ട് എവിടെ നിന്നോ വന്ന എന്നെയും കൂട്ടുപ്രതിയാക്കാനാണോ മെമ്പർ ശ്രമിക്കുന്നത്? കുഞ്ഞപ്പ ഇന്നിവിടെ, നാളെ വകയിൽ മറ്റാരുടെയെങ്കിലും കൂടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കണ്ണന് വന്നുപെട്ട ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാതെ നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന പ്രശ്നമേ ഇല്ല. ദൈവമേ. ലച്ചുടിയമ്മേ, ലച്ചുടിയമ്മേ, എന്തിനാപ്പ അവളെ വിളിക്കുന്നത്? പെറ്റ തള്ളയല്ലേ, വല്ല പരിഹാരം ഉണ്ടോന്ന് നോക്കാലോ. ആ ലച്ചുടിയമ്മേ, കണ്ണൻ ഈ പോക്ക് പോയാലേ കുരുത്തം പിടിക്കില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ? മെമ്പറെ അങ്ങനെയൊന്നും പറയരുത്. ലച്ചുടിയമ്മേ, നിങ്ങൾ ഓരോരുത്തരോടും ഓരോ വോട്ടിന്റെ സ്നേഹം എനിക്ക് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ചോദിക്കുക, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ഞാൻ പറയേണ്ടത്? അതും ഞാൻ പറഞ്ഞു തരണോ? ഒന്നും അറിയാത്തൊരു അമ്മയാണ് ഞാൻ, എന്നോടൊന്നും ചോദിക്കരുത്. ഇങ്ങനെ കരഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാ മുമ്പോട്ട് നീങ്ങുന്നത്? മെമ്പർ ദയവായി അവളോടൊന്നും ചോദിക്കരുത്. ഇല്ല, ഒന്നും ചോദിക്കുന്നില്ല. ഞാൻ അകപ്പെട്ട ഈ പ്രശ്നത്തിന് ഞാൻ തന്നെ പരിഹാരം കണ്ടിട്ടുണ്ട്. എന്താണാവോ പരിഹാരം? പറയാം. കണ്ണന്റെ ഭാര്യ വിളി. പാവം കുട്ടി, കരച്ചിലൊഴിഞ്ഞ നേരമില്ല അതിന്. എല്ലാരും ഇങ്ങനെ കരയാൻ തുടങ്ങി ഞാൻ എന്താ ചെയ്യാ? എനിക്ക് കിട്ടാനുള്ള പണം കിട്ടിയേ പറ്റൂ. അവളെ വിളിക്കൂ. വേണ്ട, രാധയെ വിളിക്കണ്ട. നിങ്ങൾ പണം കൊടുത്തത് കണ്ണനാണ്. നിങ്ങൾക്ക് പറയാനുള്ളത് അവനോട് പറയാം. കല്യാണം കഴിഞ്ഞിട്ട് മാസം 2 ഇന്ന് വരെ ആ കണ്ണനെ എന്റെ കൺവെട്ടത്ത് കെട്ടിയിട്ടില്ല. ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. നിങ്ങൾ രാധയെ വിളിക്കുന്നുണ്ടോ? ഞാനിവിടെ ഉണ്ട്. മോളെ, സാരമില്ല അമ്മേ. കണ്ണേട്ടന്റെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേരേണ്ടവളല്ലേ ഞാൻ. ഇയാൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ ഞാനും കേൾക്കാം. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. രാധയുടെ കയ്യിൽ ആഭരണങ്ങൾ പണയം വെച്ചോ വിറ്റോ എനിക്ക് പണം തരണം. ഒരുത്തന്നെ സഹായിച്ചതിന്റെ പേരിൽ ഒരു ആയുസ് മുഴുവനും അതിന് പിന്നാലെ നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ എന്താ വേണ്ടതെന്ന് രാധ തന്നെ തീരുമാനിക്കുക. അതിപ്പോ അവൻ എവിടെ ഇല്ലാതെ? അതെ, അവൻ വരട്ടെ, അവനോട് ചോദിച്ചിട്ടാവാലോ. രാധ എന്താ ഒന്നും മിണ്ടാത്തത്? അയ്യോ, അതാ അടുത്ത ആള് വരുന്നു. മമ്മൂഞ്ഞല്ലേ വരുന്നത്? അങ്ങനെ പലരും വരും. രാധ തന്നെ മറുപടി പറയൂ. രാധയുടെ ആഭരണങ്ങൾ എടുത്ത് വിറ്റ് എന്റെ പണം തരാൻ പറ്റുമോ? അതിനും വേണ്ടിക്കൊണ്ട് ഇവിടെ ആരും കാത്തു കുത്തിരിക്കണ്ട. ഇനിയും 30,000 ഉറുപ്പ്യ ഞമ്മക്ക് തരാനുണ്ട്. നമ്മളെ മോളെ കല്യാണം അങ്ങോട്ട് അടുത്ത് ഇനി ഒരു നിമിഷം കാത്തുത്തിരിക്കാൻ ഞമ്മക്ക് പറ്റൂല. മമ്മൂഞ്ഞെ, കണ്ണനെ ആദ്യം കണ്ടുപിടിക്ക്. മൂക്കറ്റം കടങ്ക് കയറി മുങ്ങി നടക്കുന്നവനെ കണ്ടുപിടിക്കാൻ ഞമ്മക്ക് നേരല്ലടോ. ആഭരണങ്ങൾ ഞമ്മക്ക് വേണോ? ആഭരണം വിൽക്കുന്ന ഐഡിയ ഇവിടെ ആദ്യം പറഞ്ഞത് ഞാനാ. അത് വിറ്റ് ആദ്യം എന്റെ കടം വീട്ടണം. വല്ലാണ്ടല്ലേ പെരുത്ത് വീട്ടു. മമ്മൂഞ്ഞെ, പിടിവാശി എന്നോട് വേണ്ട. മെമ്പറെ, നേരും നെറിയില്ലാത്തൊരു കള്ള ബടുക്കൂസനെ സഹായിച്ചതിന്റെ പേരില് നട്ടപ്പിരാന്ത് കിട്ടി നടക്കുന്നവനാണ് ഇപ്പൊ ഞമ്മള്. ഈ നിടയില് ഇനി നമ്മൾ അടങ്ങാറാക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞമ്മളെ നിർമ്മാറും. എടാ മമ്മൂഞ്ഞെ, നമ്മക്കിടയിൽ എന്തിനാ ഇങ്ങനെ ഒരു ശത്രുത? കല്യാണം കഴിച്ച് കള്ളനെ നടക്കുന്ന കണ്ണനല്ലേ നമ്മുടെ മുഖ്യ ശത്രു. അതും നേരെ തന്നെയാണ്. പക്ഷെ ആഭരണം ഞമ്മക്ക് വേണം. ആഭരണങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ആരും തർക്കിക്കണ്ട. എന്തു ചെയ്യണമെന്ന് കണ്ണൻ വന്നിട്ട് ആലോചിക്കാം. ഒരു കാര്യങ്ങൾ കേട്ടോളി. കണ്ണനും ദുനിയാവിൽ എവിടെ പോയി ഒളിച്ചാലും ശരി ഓനെ ഞമ്മൾ പോക്കൂ. മാത്രല്ല, ഈ കുട്ടിന്റെ കഴുത്ത് ഓൻ കെട്ടിയ കെട്ടുതാലി ഉണ്ടല്ലോ, അത് വരെ അയപ്പിച്ച് ഞമ്മള് നബീസാന്റെ കല്യാണം ഞമ്മള് നടത്തും. മമ്മൂഞ്ഞെ, ഞാനും ഉണ്ട് നിന്റെ കൂടെ. കൊടുമോനെ കൈ. ഇതാ എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാ. കടം കൊടുത്തവർ ഇന്നു മുതൽ ഒറ്റക്കെട്ട. കടം വാങ്ങിയ കണ്ണൻ ഒറ്റയ്ക്കാണ്. ഈ വാർഡിലെ മെമ്പർ എന്ന നിലയിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. കുറുമ്പനാട് അംശം ദേശത്ത് കണ്ടോത്ത് കണ്ണൻ പാപ്പര്. കണ്ടോത്ത് കണ്ണൻ പാപ്പര്. കണ്ടോത്ത് കണ്ണൻ പാപ്പരാണ്. മോളെ രാധേ, കരഞ്ഞോളൂ കുട്ടി, കരഞ്ഞോളൂ. കരച്ചിൽ വരുമ്പോൾ കരയുന്നതിലും ചിരി വരുമ്പോൾ ചിരിക്കുന്നതിലും പിശുക്ക് കാണിക്കരുത്. കുഞ്ഞപ്പ മാമ, പറയൂ, മനസ്സിൽ കുറിയുവരുന്നെല്ലാം തുറന്നു പറയൂ. കുറച്ചു മുമ്പ് കേട്ടത് എന്റെ കണ്ണേട്ടന്
സമൂഹം കൽപ്പിച്ച ഭ്രഷ്ടല്ലേ? മോൾ എന്തായി പറയണത്? കണ്ണേട്ടൻ, എന്റെ കണ്ണേട്ടൻ എന്തെങ്കിലും സംഭവിക്കോ? മോളെ, അരുതാത്തതൊന്നും ചിന്തിക്കരുത്. വിവാഹം കഴിഞ്ഞിട്ട് 2 മാസമായി. ഇന്ന് വരെ കണ്ണേട്ടനൊന്ന് ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല. അർദ്ധരാത്രികളിൽ എപ്പോഴെങ്കിലും ഒരു കള്ളനെ പോലെ കണ്ണേട്ടൻ വരും. നേരം പുലരും മുമ്പ് ഞാൻ പോലറിയാതെ എങ്ങോട്ടോ പോവും. കുഞ്ഞപ്പമ്മ ഓടി ഓടി എന്റെ കണ്ണേട്ടൻ ശോഷിച്ചു പോയി. ഋണബാധിത മനസ്സിനെ വ്രണപ്പെടുത്തും. മോള് വിഷമിക്കണ്ട. ഏത് പ്രശ്നത്തിനും ഒരു പ്രതിവിധി ഉണ്ടാവും. പാപ്പരായി പ്രഖ്യാപിച്ചവർ തന്നെ തിരുത്തി പറയും കുട്ടി, തിരുത്തി പറയും. സമൂഹം പാപ്പരായി പ്രഖ്യാപിച്ചവർക്ക് ഈ പപ്പടംകുന്നിലെ പാതാള ഗുഹ ഒരു അനുഗ്രഹം തന്നെയാണല്ലേ കണ്ണ? നിനക്ക് ഒളിച്ചിരിക്കാൻ ഇതുപോലൊരു സ്ഥലം കണ്ടെത്താൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. എന്നെ ഈ വിധത്തിൽ ഒരു കള്ളനാക്കാനും നീയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. ആ പറഞ്ഞത് തിരുത്തണം. സ്വന്തം കൊള്ളരുതായ്മയാണ് നിന്നെ ഈ ഗതിയിൽ എത്തിച്ചത്. നീയെല്ലാം ചേർന്നല്ലേ മാറടക്കി ക്ഷണിച്ചതും വന്നവർക്കെല്ലാം കോഴി ബിരിയാണിയും അത്യാവശ്യക്കാർക്ക് മറ്റവനും ഒഴിച്ചു കൊടുത്ത്. അതിനെല്ലാം പുറമെ ഗാനമേളയും എന്തൊക്കെയായിരുന്നു പൂരം. ആർഭാടം കാണിച്ച് അരക്കാശിന് വിലയില്ലാതായപ്പോഴാ ഇതൊക്കെ പറയുന്നതല്ലേ? കണ്ണ, തൽക്കാലം നിനക്ക് രക്ഷപ്പെടാൻ എന്റെ മനസ്സിലൊരു മാർഗം തോന്നുന്നു. എന്താണ്? രാധയുടെ കൈവശമുള്ള ആഭരണങ്ങൾ എടുത്ത് വിറ്റ് കിട്ടുന്ന പണം കടക്കാർക്ക് കൊടുക്കുക. ബാക്കി വരുന്നതിന് 1-2 മാസത്തെ അവധി എടുക്കുക. അത് എന്താ? കല്യാണം കഴിഞ്ഞ് 2 മാസമാവും മുമ്പ് എല്ലാം എടുത്ത് വിറ്റാൽ രാധയുടെ വീട്ടുകാർ എന്തു കരുതും? കടം തന്നവരെ ഇനിയും കബളിപ്പിച്ച് നടന്നാലേ അവർ നേരെ പോകുന്നത് നിന്റെ ഭാര്യ വീട്ടിലാകും. അതിലും നല്ലതല്ലേ ഈ മാർഗം? എന്നാലും ആഭരണങ്ങളില്ലാതെ രാധ അവളുടെ വീട്ടിൽ ചെല്ലുമ്പോ അവര് ചോദിക്കില്ലേ? അതിനെല്ലാം വഴിയുണ്ട്. വിൽക്കുന്ന ആഭരണങ്ങൾക്ക് പകരം അതേ ഫാഷനുള്ള മുക്കുവട്ടങ്ങൾ മാർക്കറ്റിൽ കിട്ടും. അത് വാങ്ങണം. അതിട്ട് നടന്നാൽ രാധക്ക് കള്ളനെയും പേടിക്കണ്ട, നിനക്ക് കടക്കാരെയും പേടിക്കണ്ട. അജയ, ഇനിയൊന്നും ചിന്തിക്കേണ്ട. ഇതാണ് നാട്ടുനടപ്പ്. തൽക്കാലം കണക്കണിയിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്കിതേ മാർഗമുള്ളൂ. ഇത്രയേറെ കടം വരുത്തി വെച്ചുകൊണ്ട് ഒരാഘോഷമാക്കണമായിരുന്നോ നമ്മുടെ കല്യാണം? വിവാഹം ജീവിതത്തിൽ ഒരിക്കലല്ലേ എന്ന് കരുതി ക്ഷണക്കത്ത് വിതരണം ചെയ്തു തുടങ്ങിയപ്പോഴേ നിയന്ത്രണം എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. അഭിപ്രായം പറയാനും തൽക്കാലം സഹായിക്കാനും പലരും എത്തി. എന്റെ വിവാഹം കേമമാക്കാനുള്ള എല്ലാവരുടെയും ശുഷ്കാന്തി കണ്ടപ്പോ ഞാൻ എന്നെ തന്നെ മറന്നുപോയി. ഇനിയിപ്പോ എന്താ ചെയ്യുക? നോക്കൂ, ഈ 2 വളകളും ഈ മാലയും ഞാൻ തരാം. അതുകൊണ്ടൊന്നും എന്റെ കടം തീരില്ല. രാധയ്ക്ക് പ്രയാസം തോന്നരുത്. നമുക്ക് പിന്നീടൊരിക്കൽ എല്ലാം തിരിച്ചു വാങ്ങാം. കണ്ണേട്ടൻ പറഞ്ഞു വരുന്നത്? നിന്റെ ആഭരണങ്ങളെല്ലാം തൽക്കാലം നമുക്ക് വിൽക്കാം. ഇല്ല, ഞാൻ തരില്ല. രാധ, ഇല്ല, മറ്റൊന്നും ഞാൻ തരില്ല. രാധയുടെ പ്രയാസം എനിക്ക് മനസ്സിലാവും. വിവാഹം കഴിഞ്ഞ് 2 മാസം കഴിയും മുമ്പ് തന്നെ എല്ലാ ആഭരണങ്ങളും എടുത്ത് വിൽക്കുന്നത് നാണക്കേടാണ്. പക്ഷേ അതിലും വലിയ നാണക്കേടിലാണ് ഞാനിപ്പോൾ പെട്ടിരിക്കുന്നത്. കണ്ണേട്ടൻ എന്നോട് ചോദിക്കരുത്. എത്ര നിർബന്ധിച്ചാലും ഞാൻ തരില്ല. അപ്പോൾ രാധയ്ക്ക് എന്നേക്കാൾ വലുത് ആഭരണങ്ങളാണ് അല്ലേ? അങ്ങനെ പറയരുത്. എനിക്ക് എല്ലാറ്റിലും വലുത് കണ്ണേട്ടൻ തന്നെ. എങ്കിൽ എന്നെ ഇപ്പോൾ നീ ഒന്ന് സഹായിക്കൂ. ഇല്ല, അത് മാത്രം പറയരുത്. രാധേ, ചോദിക്കരുത് കണ്ണേട്ട. ഒരു 4-5 മാസമെങ്കിലും. ആഭരണങ്ങൾ അണിഞ്ഞു നടക്കാനുള്ള നിന്റെ കൊതി എനിക്ക് മനസ്സിലാവും. പക്ഷേ അതിലും വലുതാണോ നിന്റെ കണ്ണേട്ടന്റെ മാനമെന്ന് നീ ചിന്തിച്ചു നോക്ക്. മോളെ, നീ ആഭരണങ്ങൾ അവന് കൊടുക്ക്. പിന്നീട് അവൻ തന്നെ നിനക്ക് വാങ്ങിത്തരും. അമ്മേ, മോള് കരയരുത്. ഇതൊക്കെയാണ് നാട്ടുനടപ്പ്. മോളെ, ഭർത്താവിന്റെ കഷ്ടത്തിലും നഷ്ടത്തിലും അവനോടൊപ്പം എന്തും സഹിക്കാൻ ഭാര്യ ഉണ്ടാവണം. കണ്ണന് ഇഷ്ടമുണ്ടായിട്ടല്ല, തൽക്കാലം മറ്റൊരു വഴിയില്ലാത്തത് കൊണ്ടാണ്. കുട്ടി, നീ ഇങ്ങനെ കരയണമെന്നില്ല. കണ്ണന്റെ സ്വസ്ഥയേക്കാൾ നിനക്ക് വലുത് നിന്റെ ആഭരണങ്ങളാണെങ്കിൽ കൊടുക്കണ്ട. അവനെ സഹായിക്കാൻ നിന്നെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ വേണ്ട. ഒരു കാര്യം ഞാൻ പറയാം. തലയോളം കടം കയറി അവൻ എന്തെങ്കിലും അവിവേകം കാണിച്ചാൽ അമ്മേ, കണ്ണേട്ടാ, എന്നെ ഒരുപാട് വെറുത്തു. എല്ലാവർക്കും എന്നോട് വിരോധായി. സ്വന്തം മകളെ പോലെ സ്നേഹിക്കുന്ന കണ്ണേട്ടന്റെ അമ്മ, ആശ്വസിപ്പിക്കാൻ എപ്പോഴും അരികിലെത്തുന്ന കുഞ്ഞപ്പമ്മ, അങ്ങനെ എല്ലാവരും എന്നെ വെറുത്തു. അവരെല്ലാം വെറുത്തെങ്കിൽ എന്താ തെറ്റ്? നിനക്ക് ഞങ്ങൾ ആരെക്കാളും വലുത് നിന്റെ ആഭരണങ്ങളാണല്ലോ. ഇനിയും എന്റെ അരികിൽ നിന്ന് പിച്ചും പേയും പറയാതെ പോകുന്നുണ്ടോ? കണ്ണേട്ടൻ സ്നേഹം അഭിനയിച്ച് കാണിക്കാനുള്ളതല്ല, അനുഭവത്തിൽ പങ്കുവെക്കണം. ആഗ്രഹമുണ്ട്. പക്ഷെ
പക്ഷെ എനിക്കത് പറ്റുന്നില്ല. എന്തുകൊണ്ട്? അത് ഞാൻ എങ്ങനെ പറയും? കണ്ണേട്ടൻ എന്നോട് പൊറുക്കണം. എന്തിനാ എന്റെ കാലത്തിൽ വീഴുന്നത്? എഴുന്നേൽക്കൂ. എന്നോട് ക്ഷമിക്കണം. എല്ലാവരോടും ക്ഷമിക്കുന്നു. എനിക്ക് കണ്ണേട്ടനോട് ചിലത് പറയാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. കണ്ണേട്ട, ഈ ആഭരണങ്ങളെല്ലാം വാങ്ങിക്കോളും. എനിക്കിതൊന്നും അണിഞ്ഞു നടക്കാനുള്ള മോഹമല്ല. രാധേ, പക്ഷെ കണ്ണേട്ടൻ അതുകൊണ്ടുപോയി വിൽക്കുകയോ പണയം വെക്കുകയോ ഒന്നും ചെയ്യരുത്. പിന്നെ ഇത് എനിക്ക് എന്തിനാണ്? നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? അത് ആഭരണങ്ങളേറെയും മുക്കുപണ്ടങ്ങളാ. മുക്കുപണ്ടങ്ങളോ? എന്റെ അച്ഛന് പണം കൊടുത്ത് സഹായിക്കുമെന്ന് പറഞ്ഞവർ അവസാന നിമിഷം കാലി മാറി. മറ്റൊരു മാർഗവും കാണാതെ എനിക്കിതെല്ലാം ധരിച്ചിങ്ങോട്ട് വരേണ്ടി വന്നത്. 4-5 മാസത്തിനുള്ളിൽ അച്ഛനെല്ലാം വാങ്ങിത്തരും. ഒന്നും മനഃപൂർവ്വമല്ല. കണ്ണേട്ടൻ എന്തേ ഒന്നും പറയാത്തത്? കണ്ണേട്ട, എന്നെ ഇവിടുന്ന് പറഞ്ഞുവിടുക. കണ്ണേട്ട. ഇതിപ്പോ ഇടി വെട്ടിയവന് പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. എനിക്ക് ഭ്രാന്ത് പിടിക്കും അജയ. ഇത് വിശ്വാസവഞ്ചനയാണ്. അല്പം മാന്യത അവളുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഈ വിവരം നേരത്തെ പറയാമായിരുന്നു. ഇത് ചതിയാണ്. ഇതിന് യാതൊരു ദയാദാക്ഷിണ്യവും കൊടുക്കരുത്. നമ്മൾ അവരോടൊന്നും ആവശ്യപ്പെട്ടല്ലോ വിവാഹം ഉറപ്പിച്ചത്. ഇനിയിപ്പോ ഒന്നും ആലോചിക്കാനില്ല. രാധ എത്രയും പെട്ടെന്ന് അവളുടെ വീട്ടിൽ കൊണ്ടുവിടും. അവളൊരു പാവമാണ് അജയ. നീയോ? നീ ഭീകരനാണോ? ഇതിന് പ്രതികരിച്ചില്ലെങ്കിലേ അവരുടെ അതിസാമർത്ഥ്യം വിജയിച്ചെന്ന് വരൂ. മാത്രമല്ല, നിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക പരാധീനതയിൽ നമ്മളത് അല്പം പ്രായോഗികമായി ചിന്തിച്ചേ പറ്റൂ. ഇന്നു തന്നെ രാധയെ അവളുടെ വീട്ടിൽ കൊണ്ടുവിടൂ. അതിപ്പോ അജയ, രാധ അവൾ പാവമാണ്. നീ ഇങ്ങനെ ശുദ്ധ മണ്ടനായി പോയല്ലോ. അതുകൊണ്ടാണല്ലോ എല്ലാ മണ്ടത്തരങ്ങളും എന്റെ പിന്നാലെ ജാഥയായി വരുന്നത്. ഇനിയിപ്പോൾ രാധ എന്തെങ്കിലും കടുങ്കൈ കാണിച്ചാൽ അവരുടെ വീട്ടിൽ നിന്നാവൂല്ലോ. എവിടുന്നായാലും സ്ത്രീപീഡനം എന്ന് വരില്ലേ? നീ ഇങ്ങനെ പേടിച്ചിരുന്നാലേ കാര്യങ്ങൾ കൂടുതൽ വഷളാവും. മെമ്പറും അമ്മുഞ്ഞയ്ക്കും നിന്നെ കൈയോടെ പൊക്കാൻ നടക്കുകയാണ്. അവരുടെ കൈയിൽ പെടും മുമ്പ് നീ രാധയെ അവളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്. എന്നിട്ട് അവളുടെ അച്ഛനോട് സ്വർണ്ണാഭരണങ്ങളോ പണമോ തരാൻ പറയാ. അത് കിട്ടിയിട്ടേ രാധയെ കൂട്ടാൻ വരൂ എന്ന് പറയും. 2 ദിവസം മോളെ വീട്ടിലിരിക്കുമ്പോഴേ അയാൾ പണവുമായി നിന്റെ പുറകിൽ വരും. അജയ, പൊന്നിന്റെ തൂക്കത്തിൽ പെണ്ണിനെ അളക്കുന്നത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല. പക്ഷേ തൽക്കാലം മനസ്സുകൊണ്ട് ഇങ്ങനെയൊരു തീരുമാനം എടുത്താലേ നിനക്ക് രക്ഷപ്പെടാൻ കഴിയൂ. നീ ഒന്നും ആലോചിക്കണ്ട. രാധേ, രാധേ, എവിടെ പോയി? അമ്മേ, അമ്മേ. ആ കണ്ണാ, അവരിവിടെ ഇല്ല. എവിടെ പോയി? ഡോക്ടറെ കാണാൻ പോയിരിക്കുക. എന്തിന്? രാധ 1-2 തവണ ഛർദ്ദിച്ചു. മനസ്സവും കുറവാണെങ്കിലും ഇവിടെ ആർക്കും വലിച്ചു വാരി തിന്നുന്നതിന് ഒരു കുറവില്ലല്ലോ. ആ അതിരിക്കട്ടെ, നീ എന്താ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നത്? പകൽ സമയം നീ ഇവിടെ വരാറില്ലല്ലോ. ഇപ്പൊ തന്നെ നിന്നെ ഒരുത്തൻ വന്ന് അന്വേഷിച്ചു പോയതേ ഉള്ളൂ. ഈ ഒളിച്ചുകളി അധികനാൾ നടക്കില്ല. ഒരിക്കൽ പിടിക്കപ്പെടും. ആ രാധ ആഭരണങ്ങൾ തന്നില്ല അല്ലേ? അത് പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചു. കണ്ണാ, നിന്റെ മനസ്സ് വളരെ വലുതാണോടോ. അതുകൊണ്ടാണല്ലോ എല്ലാ വലിയ ദുഃഖങ്ങളും എന്റെ മനസ്സിൽ വന്ന് വീഴുന്നത്. എല്ലാം കുഞ്ഞമാമയ്ക്ക് മനസ്സിലായി. എന്ത്? രാധ എല്ലാം എന്നോട് പറഞ്ഞു. എന്തു പറഞ്ഞു? മുക്കുവണ്ടമണിഞ്ഞ് വിഡ്ഢിവേഷം കെട്ടിയ കഥ. ആ ലച്ചൂട്ടി ഇതൊന്നും അറിഞ്ഞിട്ടില്ല. പാവം പെണ്ണ്, നീ അവളെ ഉപേക്ഷിക്കരുതെന്ന് പറയാൻ എന്നോട് അപേക്ഷിച്ചിരിക്കുകയാണ്. ഓ, വക്കാലത്തിന് ഫീസ് എത്രയാ? സ്നേഹം. വകയിൽ ഒരു മരുമകളുടെ സ്നേഹം കൂടി കുഞ്ഞപ്പയ്ക്ക് കിട്ടും. ആ അല്ല, എന്താ നിന്റെ തീരുമാനം? ഞാൻ ചില തീരുമാനങ്ങൾ എടുത്താണ് ഇങ്ങോട്ട് പോകുന്നത്. അതെന്താണെന്നാ ചോദിച്ചത്. ഈ വഞ്ചനയ്ക്ക് പകരം വിടണം. എങ്ങനെ? രാധ ഇന്നു മുതൽ അവളുടെ വീട്ടിൽ കഴിയും. തീരുമാനിച്ചോ? അതെ. അല്ല, സ്വന്തം തീരുമാനമാണോ? എന്താ, ഇത്രയൊന്നും തീരുമാനിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലേ? കണ്ണാ, നിന്റെ മനസ്സിന് കഴിയില്ല. ആര് പറഞ്ഞു? ഞാൻ പറയുന്നു. കാണാം, അവളിങ്ങ് വരട്ടെ. ലച്ചൂട്ടിയോട് നീ എന്തു പറയും? അമ്മയോട് എന്തു പറയണമെന്ന് എനിക്കറിയാം. പറ്റില്ല കാണാ, നിന്നെ കൊണ്ട് പറ്റില്ല. കുഞ്ഞപ്പ മാമ, എന്നെ കൊണ്ട് വാശി പിടിപ്പിക്കരുത്. അതാ ലച്ചൂട്ടിയും രാധയും എത്തി. വാ മോളെ, പതുക്കെ പതുക്കെ. കണ്ണ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? നോക്കി നിൽക്കാതെ വന്ന് ഈ പെണ്ണിന്റെ കൈ പിടിക്കടാ.
പാവം വാടിപ്പോയി. മെല്ലെ മെല്ലെ മെല്ലെ. ആ ലച്ചൂട്ടി, ഡോക്ടർ എന്ത് പറഞ്ഞു? മരുന്ന് വല്ലതും തന്നോ? ഇതിനിപ്പോ മരുന്നൊന്നും വേണ്ട, വിശ്രമാണ് ആവശ്യം. ആഹാ, അതായത് ആ അത് തന്നെ. ഇവനൊരു അച്ഛനാവാൻ പോടും. കണ്ണൻ പകൽ ഇറങ്ങിയപ്പോഴേ എനിക്ക് തോന്നിയതാ ഈ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വിശേഷമുണ്ടാവുന്നു. ഇതൊക്കെ അറിഞ്ഞിട്ട് ഇവന്റെ മുഖത്ത് എന്താ ഒരു ഗൗരവോ? ഇവൻ രാധയും കൂട്ടി വീട്ടിൽ പോകാൻ വന്നതാ. ആ ഇനി 1-2 മാസത്തേക്ക് ഇവിടുന്ന് എവിടെയും ഞാൻ വിടില്ല. കുഴഞ്ഞല്ലോ. കണ്ടിട്ടാ അച്ഛനാകാൻ പോന്നറിഞ്ഞിട്ട് എന്താ ഇങ്ങനെ? കേൾക്കണ്ട എനിക്ക്. കണ്ണേട്ടാ, നിന്റെ ഓരോ വിശേഷങ്ങളും ഓരോ ചതിയാണ്. എല്ലാം കൊണ്ടും തുലഞ്ഞു ഞാൻ. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം കടം വീട്ടാമെന്ന് കരുതിയപ്പോൾ കഴുത്തിലും കാതിലും കിടന്നതെല്ലാം മുക്ക്. വീട്ടിൽ കൊണ്ടു ചെന്നാക്കി ആ നെറികെട്ട തന്തയെ വിരട്ടി കാശ് വാങ്ങാമെന്ന് കരുതിയപ്പോൾ ഒടുക്കത്തെ ഒരു ഗർഭം. ഇനിയും എങ്ങനെയൊക്കെ തോൽപ്പിക്കണം നിനക്കെന്നെ? എവിടെയെങ്കിലും കൊണ്ടുപോയെന്ന് മലസിപ്പിക്കും. അത്രയെങ്കിലും മനസമാധാനം കിട്ടട്ടെ എനിക്ക്. കണ്ണേട്ടാ, ഇനിയൊന്നും പറയരുത്. ഞാൻ വേണമെങ്കിൽ കണ്ണേട്ടന്റെ കാല് പിടിക്കാം. ആരാ അത്? ഞാനാ കുഞ്ഞപ്പ മാമ. വാതിൽ തുറക്ക്. എന്താ? നീ ഒന്ന് എന്റെ കൂടെ പുറത്തേക്ക് വാടോ. കണ്ണാ, ഇങ്ങനെ ഉച്ചത്തിൽ ബഹളം വെച്ചാൽ തൊട്ടടുത്ത മുറിയിൽ കിടക്കുന്ന ലച്ചുട്ടി കേൾക്കില്ലേ? കുഞ്ഞപ്പ മാമ ഉറങ്ങിയില്ലായിരുന്നോ? എനിക്ക് ഉറക്കം വേണമെങ്കിൽ പാതിര കഴിയും. നിന്റെ സംസാരം ഞാൻ കേട്ടു. നീ എന്തിനാ ആ പെണ്ണിനോട് ഇങ്ങനെ കയർക്കുന്നത്? അവൾ എന്ത് തെറ്റാ ചെയ്തത്? ഇല്ലാത്ത പണം കല്യാണത്തിനെന്നും പറഞ്ഞ് ദൂർത്തടിച്ച് മൂക്കറ്റം കടം കയറിയതിന് അവളാണോ കുറ്റക്കാരി? വീട്ടുകാർ ചേർന്ന് കാണിച്ച സൂത്രത്തിൽപ്പെട്ട് ഒരു വിവാഹ ജീവിതം സ്വപ്നം കണ്ട് ഈ വീട്ടിലേക്ക് കയറി വന്ന ആ പെണ്ണിനെ ശിക്ഷിച്ചത് പോരെ? അവസാനം അവൾ ഗർഭിണിയായതും അവളുടെ മാത്രം തെറ്റാണോ? കുഞ്ഞപ്പമാമേ, മിണ്ടരുത് നീ. അവളുടെ വയറ്റിൽ വളരുന്നത് നിന്റെ കുഞ്ഞാണ്. അതിനെ കൊല്ലാൻ പറയാൻ മാത്രം നികൃഷ്ടമായി പോയോ നിന്റെ മനസ്സ്? കുഞ്ഞപ്പമാമേ, ഞാൻ ഒന്നും അങ്ങനെ ഉദ്ദേശിച്ചല്ല. പറഞ്ഞു പോവുകയാണ്. കണ്ണാ, സ്വന്തമായി ആരുമില്ലാത്തവനാണ് ഞാൻ. ഒരു മകനോ മകളോ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോവാറുണ്ട് ഈ കുഞ്ഞപ്പ മാമ. നീ ആ കുഞ്ഞിനെ നശിപ്പിക്കണമെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല കണ്ണ. കുഞ്ഞപ്പ മാമ, എന്നോട് പൊറുക്കണം. എന്നോടല്ലടോ നീ മാപ്പ് പറയേണ്ടത്, രാധയോടാണ്. അവളുടെ കഴുത്തിൽ മുക്കുപണ്ടമാണെങ്കിലും മനസ്സിന് സ്വർണത്തെക്കാൾ ശുദ്ധിയും വിലയുമില്ലേ? ഉണ്ട്. പിന്നെ എന്തിനാണോടോ സ്വത്തും സ്വർണവും? എല്ലാം അറിഞ്ഞ് അനുഭവിക്കാൻ തയ്യാറുള്ള ഒരുത്തി കൂടെയുള്ളപ്പോൾ നീ എന്തിനു ഭയപ്പെടണം? കണ്ണ, ആരോ അങ്ങോട്ട് ടോർച്ചടിച്ചു വരുന്നുണ്ടല്ലോ. ശരിയാണല്ലോ, ടോർച്ചുകൾ 1, 2. അല്ല, വീടിന് ചുറ്റും ടോർച്ചടി കാണുന്നുണ്ടല്ലോ. അവരിങ്ങോട്ടാണ് വരുന്നത്. ആ, എനിക്ക് മനസ്സിലായി. അവരാണ് കടം തന്നവർ. അവരെന്നെ കൈയോടെ പിടിക്കാൻ വരികയാണ്. കണ്ണ, നീ അകത്തേക്ക് പോ. ഇല്ല, ഇനി ഞാൻ ഒളിക്കുന്നില്ല. അവരുടെ മുമ്പിൽ കീഴടങ്ങുകയാണ്. കണ്ണ, നീ അകത്തേക്ക് പോ. നിങ്ങളാരും ഭയപ്പെടണ്ട. ഇവരുടെ കടം തീർക്കാൻ ഞാൻ വഴി കണ്ടിട്ടുണ്ട്. കാണാ, ഇനി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് പറ്റില്ല. എല്ലാരും എക്കാലം പറ്റിച്ച് ആർക്കും ഈ നാട് ജീവിക്കാനും കഴിയില്ല. കള്ള ഹരാൻ പറഞ്ഞോനെ അന്ന വിച്ഛേച്ച് നമ്മളാർക്ക് പണം തന്നിട്ട് നമ്മളെങ്ങനെ ഒരു നായ്ക്ക് വില വെച്ചില്ല അല്ലേ? ഇവനോടൊന്ന് സംസാരിക്കല്ലേ വേണ്ടത്? പിടിച്ച് മുറ്റത്തേക്ക് ഇറക്കും മുമ്പിൽ. വേണ്ട 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 വേണ്ട. ഇന്ന് ഇവിടെ വെച്ച് എല്ലാവർക്കും കിട്ടാനുള്ള പണത്തിന് ഒരു തീരുമാനമായിട്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. നമ്മളെ പൈസ അല്ലെങ്കിൽ അവന്റെ മയ്യത്ത്. അന്യന്റെ പണം കൊണ്ട് കല്യാണം അടിച്ചു പൊളിച്ചതല്ലേ? എന്താ മൂപ്പരെ ഒന്നും പറയാത്തത്? എന്ത് വിചാരിച്ചു നമുക്ക് എക്കാലവും ഇങ്ങനെ മുങ്ങി നടക്കാത്ത? ഇനി ഇതിന് അസഭ്യം പറയരുത്. എവിടുന്നോ ഏന്തി വരുന്ന വന്ന് നിങ്ങൾ ഇങ്ങനെ കുറയ്ക്കണ്ട. ആ അപ്പൊ അന്റെ വായിൽ നാളുണ്ടല്ലേ? അല്ല, എന്താ അണ്ണന്റെ തീരുമാനം? പറ. എല്ലാവരുടെയും പണം ഞാൻ തരാം. എപ്പോ തരാമെന്നാ പറയുന്നത്? ഈ വീടും പറമ്പും ഞാൻ വിൽക്കാൻ തീരുമാനിച്ചു. തീരുമാനിച്ചുകൊണ്ടായില്ലല്ലോ. ഈ വീടും പറമ്പ് വിൽക്കാൻ ഞാൻ നിങ്ങളെ ചുമതലപ്പെടുത്താം. ഇത് വിറ്റിട്ട് നിങ്ങളുടെ പണം ഞാൻ തരാം. ബാക്കി വരുന്നത് എനിക്ക് തന്നാൽ മതി. ഇത് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കോടോ? ഇതിന്റെ ആധാരം ഇപ്പൊ തന്നെ ഞാൻ മെമ്പറെ ഏൽപ്പിക്കാം. ആ, അത് മതി. എന്താ മമ്മൂനിക്ക, അതുപോലെ നമുക്ക് നമ്മളെ പൈസ കിട്ടിയാ എന്താ എല്ലാവരുടെ അഭിപ്രായം? അത് മതി. ആധാരം മെമ്പർ വാങ്ങിക്കോളണം. ആ,
ഇത് ആധാരം. നാളെ തന്നെ വിൽക്കാനുള്ള ഏർപ്പാട് ചെയ്തോളൂ. ശരി, വരി നമുക്ക് പോവാം. നമുക്ക് പോവാം. ആരും കരയരുത്. ഈ ഒരു വഴിയെ ഞാൻ കണ്ടിട്ടുള്ളൂ. അമ്മേ, രാധേ, കരയരുത്. ബാക്കി പണം കൊണ്ട് ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു തുണ്ട് സ്ഥലം നമുക്ക് വാങ്ങാം. അവിടെ ഒരു കുടിൽ വെച്ച് ആരെയും ഭയപ്പെടാതെ നമുക്ക് സ്വസ്ഥമായി ജീവിക്കാം. അങ്ങനെ കല്യാണം കഴിച്ച് കണക്കില്ലാതെ കടം വരുത്തി വെച്ച കണ്ണൻ അവസാനം ഈ വീടും പറമ്പും വിൽക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഈ വീടിന്റെ വരാന്തയിൽ വിൽപ്പന നടക്കുകയാണ്. തക്കത്തിൽ കച്ചവടം ചെയ്യാൻ ഒക്കത്ത് കാശുമായി വന്നവരുടെ വിലപേശൽ നടക്കുകയാണ് അവിടെ. ഇതാ ലച്ചുകുട്ടി വീണ്ടും വരുന്നു. കുഞ്ഞപ്പേട്ടാ, കച്ചവടം നടന്നു. കണ്ണൻ കാശ് വാങ്ങി കടക്കാർക്കെല്ലാം കൊടുത്തു. കൊടിയിടം പോയാലും വേണ്ടില്ല, കണ്ണന്റെ കടം തീർന്നല്ലോ. ലച്ചുകുട്ടി വിഷമിക്കണ്ട. കണ്ണൻ ചെറുപ്പമല്ലേ, നല്ലൊരു വീടും സ്ഥലവും അവനുണ്ടാവും. ലച്ചുകുട്ടി, ഇനി ഞാൻ പോവുകയാണ്. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും, എവിടെയെങ്കിലും കാണും വകയിൽ ചില ബന്ധുക്കൾ. കുഞ്ഞപ്പേട്ടൻ പോവരുത് എന്ന് നീ പറയില്ല. കാരണം നാളെ ഈ വീട്ടിൽ പുതിയ താമസക്കാർ വരുമ്പോൾ നീയും ഇവിടുന്ന് ഇറങ്ങണമല്ലോ. ലച്ചോട്ടി, കരയുത് ലച്ചോട്ടി. എന്നെ സ്നേഹിക്കുന്നവരെയും ആശ്രയം തരുന്നവരെയും ദൈവം നിർത്തനരും നിരാശ്രയമാക്കുന്നല്ലോ. എന്റെ ഇത് എന്തോ ഒരു ദുശകനം പോലെ ഒരു ജന്മം. കുഞ്ഞപ്പ മാമ പോകാൻ പുറപ്പെട്ടോ? വരട്ടെ കുട്ടി. കണ്ണാ, ഞാൻ ഇറങ്ങുകയാണ്. നല്ല കാലത്ത് കല്യാണം കഴിക്കാതെ തെണ്ടി നടന്നതുകൊണ്ടാണ് എനിക്ക് വീടും കുടുംബവും ഇല്ലാതെ പോയത്. നിനക്കാണെങ്കിൽ തലങ്ങും വിലങ്ങും ചിന്തിക്കാതെ കല്യാണം മാമാങ്കമായി നടത്തിയതുകൊണ്ട് വീട് നഷ്ടപ്പെട്ടു. എന്നാലും ഒരു കുടുംബമുണ്ട്. സാരമില്ല, രണ്ടും രണ്ടനുഭവങ്ങൾ, വിലപ്പെട്ട രണ്ട് പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് വരട്ടെ. കുഞ്ഞപ്പ മാമ, അവിടെ നിന്നേ. എന്താ? കുഞ്ഞപ്പ മാമ, എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാനോ? എന്താണ്? 2 ദിവസത്തിനകം ഞങ്ങൾ ഈ വീട് ഒഴിഞ്ഞു കൊടുക്കണം. ഒരു വാടക വീട് ശരിയാവുന്നവരെ പ്രായമായ അമ്മയെയും ഗർഭിണിയായ ഭാര്യയെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകും? കുറച്ചു ദിവസം മതി. കുഞ്ഞപ്പമാമ വിചാരിച്ചാൽ അവരെ കൂടി വകയിൽ ആരുടെയെങ്കിലും കൂടെ ഒന്ന് താമസിപ്പിച്ചുകൂടെ? ഉണ്ടടോ, ഉണ്ട്. വകയിൽ ഒരുപാട് പേരുണ്ട്. നിനക്കറിയോ, അങ്ങ് പെരിങ്ങാവിൽ ഒരു മനയുണ്ട്. അവിടെ ഒരു പാർവതിക്കുട്ടിയുണ്ട്. ആരാ പാർവതിക്കുട്ടി? അടുത്ത ബന്ധമല്ലേ, രക്തബന്ധം. അതായത് നിന്റെ അമ്മ ലച്ചൂട്ടിയുടെ അമ്മാമൻ കുഞ്ഞുകുട്ടി ഭാഗവതരുടെ മരിച്ചുപോയ മകൻ അനന്തനിടക്കയുടെ അനന്തിരവളുടെ അനുയുക്തിയാണ്. ആര്? പാർവതിക്കുട്ടി. തന്നെടോ. വകയിലൊരു കുഞ്ഞപ്പ പറഞ്ഞത് ഇവിടെ പൂർണ്ണമാവുന്നു. രചന ശ്രീ പ്രദീപ് കുമാർ കാവുന്തറ. പങ്കെടുത്തവർ സർവശ്രീ CV ദേവ്, C ബാലൻ കാവിൽ, AG രാജൻ പെരുവണ്ണാമൂഴി, C വേണുഗോപാൽ, രവീന്ദ്രൻ പാലങ്ങാട്, സദാനന്ദൻ ചെറുവറ്റ, ശ്രീമതിമാർ T ശാന്താദേവി, M പ്രഭാവതി. സംവിധാനം അബ്ദുള്ള നന്മണ്ട, S അശോക്.